أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين برضا الله أما بعد ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാര്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കള്, അൽഹംദുലില്ലാ എല്ലാ ദിവസത്തെ പോലെയും നമ്മുടെ ആത്മീയ സദസ്സ് സമാപിച്ചു. അല്ലാഹു തആല ആ സദസ്സിൽ വെച്ച് ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും ദുആ ചെയ്തതും അതിനുവേണ്ടി ചെലവഴിച്ച സമയവും ഊർജവും സമ്പത്തും എല്ലാം അല്ലാഹു തആല നമുക്ക് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ഇനി നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതവും അറിഞ്ഞിരിക്കേണ്ടതും കാലോചിതവുമായ ഫിഖ്ഹിയായ ചർച്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഫിഖ്ഹിന്റെ മജ്ലിസിൽ അല്പസമയം ഇരിക്കുന്നത് 60 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ മഹത്വമുള്ളതാണെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ മഹത്തായ പ്രതിഫലം ഈ ക്ലാസ് റൂമിൽ ഇരിക്കൽ കാരണം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമുഖം ഇന്നലെയും ഇന്ന് രാവിലെയും ഉണർത്തിയതുകൊണ്ട് ആമുഖം കൂടാതെ മസ്അലകളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാരോടാണ് ഞാൻ വളരെ വ്യക്തമായി, കാരണം ഇനി പറയാൻ പോകുന്ന മസ്അലകളൊക്കെയും കൈകാര്യം ചെയ്യേണ്ടത് പലപ്പോഴും പുരുഷന്മാരായിരിക്കും. സ്ത്രീകളും അപകടങ്ങളിൽ മരിക്കാം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളും വിഷയങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ നടുറോട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെയും അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് അപകട സ്ഥലങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാരാകും എന്ന് നമുക്കറിയാമല്ലോ. പിന്നെ മയ്യത്ത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാം വ്യക്തമായി നിങ്ങൾ മറക്കുന്നത് എഴുതി വെക്കുകയും, കാരണം എപ്പോഴും ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ല ഇത്. എല്ലാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ദിവസേന ആവശ്യമായി വരുന്ന അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ അപകടങ്ങളൊക്കെയും കണ്ടാൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, പ്രത്യേകിച്ച് സ്വാന്തനം SYS സ്വാന്തനം വളണ്ടിയേഴ്സിന്റെ പ്രവർത്തകരായ ഒരുപാട് പ്രവർത്തകർ നമ്മുടെ ക്ലാസ് റൂമിൽ ബന്ധപ്പെട്ടവരുണ്ട്. അവര് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടെ ആ വളണ്ടിയേഴ്സിലൊന്നും ഇത്തരം മസലകൾ അറിയാത്ത ഒരുപാട് ചെറുപ്പക്കാരും നമ്മുടെ പ്രവർത്തകരും ഉണ്ടാകും. എല്ലാവർക്കും KMIC പരിചയമുണ്ടാകും എന്ന് അഭിപ്രായമില്ല. അപ്പൊ അവരിലേക്ക് കൂടി ഇത്തരം വിഷയങ്ങളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ആമുഖമായി മറ്റൊരു കാര്യം സാധുവായി എനിക്ക് ഉണർത്താനുള്ളത്, ഈ വിഷയങ്ങളൊക്കെയും മുമ്പ് കേട്ട് പരിചയിച്ചവരും മനസ്സിലാക്കി വെച്ചവരും, അല്ലെങ്കിൽ ഒരു മസ്അല പറയുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള ഒരുപാട് ശ്രോതാക്കളും വിവേകവും ബുദ്ധിയുമുള്ളവർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. പക്ഷേ നമ്മുടെ റേഡിയോ ശ്രോതാക്കളിൽ നല്ലൊരു ശതമാനം, ഒരുപാട് ആളുകൾ എന്താണ് ഫിഖ് എന്ന് തിരിയാത്തവരാണ്. അവര് ചെറുപ്പം മുതൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു എന്നല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ ക്ലാസ് അവരെ കൂടി പരിഗണിച്ചുള്ള ക്ലാസ് ആകുമ്പോൾ ചിലപ്പം ചിലത് മനസ്സിലാവാൻ രണ്ടോട്ടോ അല്ലെങ്കിൽ മൂന്നോട്ടൊക്കെയും പറഞ്ഞ് ഇനി ആ വിഷയത്തിൽ സംശയം വരരുത് എന്ന നിലക്കായിരിക്കും വിഷയാവതരണം. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവര്, ഇത് പാവപ്പെട്ട സാധാരണക്കാർ കൂടി എല്ലാ മഹല്ലത്തിലും എല്ലാ നിലക്കും വിവരമുള്ളവരൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ എന്നൊക്കെയും ഒന്ന് സാന്ദർഭികമായി മനസ്സിൽ വെക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഞാൻ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തിന് വേണ്ടി പങ്കുവെക്കുകയാണ്. ഇന്നലെ ഞാൻ യാദർശികമായി, ഞായറാഴ്ച പൊതുവിൽ അങ്ങനെ ക്ലാസ് ഉണ്ടാവാറില്ല, പക്ഷെ വീട്ടിലെത്തിയപ്പോ ഏതായാലും വീട്ടിൽ ഒറ്റക്കാണ് KMICയിൽ കയറി വെക്കാൻ എന്നൊക്കെ KMICയിൽ വന്നു. അപ്പോൾ മൈക്കെടുക്കാൻ ആരുമില്ല.
നമ്മൾ വളരെ വ്യക്തമായി ഇന്നലെ ഏകദേശം ഒരു ഇന്ത്യൻ ടൈം 12 മണി മുതൽ 1:30 മണി വരെ വളരെ സാധാരണക്കാരെല്ലാം തെറ്റിദ്ധരിച്ചു വെച്ച അതിന്റെ ഒരു ശരിയായ വശം ശരിയായ രൂപത്തിൽ വിശദീകരിക്കുകയുണ്ടായി. അതായത് ഒളു മുറിയുന്നതും മയ്യത്തിന് വീണ്ടും കുളിപ്പിക്കേണ്ട ചില വിഷയങ്ങളൊക്കെയും ഞാൻ പറയുന്നത് ഇന്നലെ നമ്മുടെ വേങ്ങര ഭാഗത്തുള്ള റേഡിയോ ശ്രോതാവ് അദ്ദേഹം എന്തോ ഒരു ചെറിയ കച്ചവടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും പീടികയിലിരുന്ന് ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാറുണ്ട്. ഇന്നലെ ഞായറാഴ്ചയായപ്പോ വീട്ടിലായിരുന്നു. അപ്പൊ വീട്ടിൽ ഇരുന്നപ്പോഴും KMS തുറന്നു. അങ്ങനെ ആ 12 മണിക്കുള്ള ക്ലാസ് കേട്ടപ്പോ എന്റെ ഉമ്മയടക്കം പറഞ്ഞു, പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ മസാലകൾ? കാരണം മയ്യത്തിനെ ഒന്നുണ്ടാക്കി കൊടുത്തതിന്റെ ശേഷം പിന്നെ ആരെങ്കിലും അന്യപുരുഷന്മാര് തൊട്ടാൽ ഒരിക്കലും ഒളു മുറിയുകയില്ല. അതുപോലെ തന്നെ മയ്യത്തിൽ നിന്ന് മനിയ് പുറപ്പെട്ടാൽ അത് നജസായ മനിയാണെങ്കിലും ശുദ്ധിയുള്ള മനിയാണെങ്കിലും നജസാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കണം. എന്നാലും മയ്യത്തിനെ രണ്ടാമത് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. പോലോത്ത കുറെ മസാലകളൊക്കെ എന്റെ അമ്മ കേട്ടപ്പോ എന്റെ അമ്മ വളരെ സന്തോഷത്തിന് എന്നെ അറിയിച്ച വിവരം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിച്ചപ്പോ ഞാൻ പറയുന്നത്, സാധാരണക്കാരിലേക്ക് മസാല പറയുമ്പോ അത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല രൂപങ്ങളും അവരിലുണ്ടാവും. അപ്പൊ അവർക്ക് ആ മസാല ഉറപ്പിച്ചു കൊടുക്കണമെങ്കിൽ വേറെ പല മസാലകളും കൂട്ടത്തിൽ സാന്ദർഭികമായി ജീവിതകാലത്ത് അറിയേണ്ട പല മസാലകളും കൂട്ടത്തിൽ കടന്നു വരും. അപ്പൊ ചിലപ്പം ഒരു ദിവസം കൊണ്ട് വിഷയം പൂർത്തിയായില്ല എന്നൊക്കെയും വരും. അത് ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ മുമ്പിൽ വെച്ച് എല്ലാവരും നല്ല നിലയിൽ വിഷയങ്ങളോട് സഹകരിക്കണമെന്ന് പൂർവ്വ ശ്രോതാക്കളോടും ഉണർത്തി ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നു, നമുക്ക് ആദ്യമായി അപകടത്തിൽ പെട്ടുമരിച്ച മയ്യത്തിനെ സംബന്ധിച്ച് അല്പം വിശദീകരിക്കുകയാണ്. മുമ്പത്തെ ക്ലാസ്സിലൊക്കെയും ഇടക്കും തലക്കും ഉണർത്തിയിട്ടുണ്ട്. അത് ഓരോ വിഷയങ്ങൾ വരുമ്പോ നമ്മളൊന്ന് സാന്ദർഭികമായി ചില മസാലകൾ പറയും. പക്ഷെ ഇതൊരു വിഷയമായി പറയുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും നമ്മൾ കടന്നു വരികയാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തി. ഇന്ന് സർവ്വസാധാരണയായി ആക്സിഡന്റിൽപ്പെട്ട മരണം എന്ന് പറയുമ്പോ കാരണം വിമാനം കത്തി കരിഞ്ഞു മരിക്കുക, അതുപോലെ തന്നെ ബസ് കത്തിക്കരിഞ്ഞു മരിക്കുക, അതുപോലെ തന്നെ തോണി മുങ്ങി മയ്യത്ത് അല്ല തോണി മുങ്ങി അല്ലെങ്കിൽ അപ്പമെങ്കിലൊക്കെ മുക്കിൽ മുങ്ങി മരിക്കുക, അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ എന്താകുക കത്തിമരിക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ തിരുവമ്പാടി ക്ലാസ് റൂമിലുണ്ട്. ഞങ്ങൾ ഒന്നൊക്കെ പോയപ്പോ മദീനയിൽ താമസിക്കുമ്പോഴാണ് മക്കത്ത് ഒരു മിസ്രികൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് കത്തിപ്പിടിച്ച് 10-15 പേര് കത്തിക്കരിഞ്ഞു മരിച്ചത് ഇല്ലേ? ഗൾഫ് മേഖലകളിലൊക്കെയും എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുകയാണ്. ഓരോ ഫ്ലാറ്റുകളില് കരണ്ടിന്റെ പ്രശ്നം കാരണം ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. അങ്ങനെ കത്തിക്കരിഞ്ഞു മരിക്കുകയാണ്. പിന്നെ ആ മയ്യത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇവിടെ വെച്ച് ഞാൻ ഒരു കാര്യം ഉണർത്തുകയാണ്. അത് ഏത് കിതാബിലാണ് എവിടെയാണ് കണ്ടു എന്നോട് ചോദിക്കരുത്. കാരണം ഓരോ വിഷയങ്ങളും ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ കാണുന്നതാണ്. അഥവാ ഒരു അപകടം പറയുമ്പോ നമ്മൾ ഫ്ലൈറ്റിൽ ദിവസേന യാത്ര ചെയ്യുന്നവരാണ് പലവരും. അതല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അതുപോലെ തന്നെ അവനവന്റെ വാഹനങ്ങളിൽ, അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലൊക്കെയും വലിയ വലിയ ഫ്ളാറ്റുകളിൽ 10, 15, 25 നിലകളുള്ള ഫ്ളാറ്റുകളിലൊക്കെയും താമസിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു ഉപകാരത്തിന് വേണ്ടി ഒരു നന്മ എന്ന നിലക്ക് ഞാൻ പറയുന്നു. മഹാന്മാർ പറയുന്നത് കാണാം, ഒരു വാഹനത്തിൽ കയറുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു ആയത്തുൽ കുർസി ഓതി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ തിരിച്ചു വരുന്നത് വരെ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ്. അതുകൊണ്ട് നമ്മളൊരു അപകട സംബന്ധമായ മസ്തലയാണല്ലോ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്തരം അപകടങ്ങളൊന്നും നമുക്ക് ഏൽക്കാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാനുള്ള ഒരു ഹൈറായ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ആയത്തുൽ കുർസി ഓതി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞ് ഇറങ്ങാൻ
മറക്കരുത്. നമ്മൾ ഇന്ന് വാഹനത്തിലല്ല, നമ്മൾ അങ്ങാടിയിലേക്കൊരു സാധനം വാങ്ങാൻ പോവുകയാണ്. പക്ഷേ വാഹനം വന്ന് ഇങ്ങോട്ട് കയറുകയാണ്. നമ്മൾ കാണുകയല്ലേ, പീടികയിലേക്ക് ലോറി ഇടിച്ചു കയറി, ലോറി അല്ലെങ്കിൽ ബസ് ഇടിച്ചു കയറി, അല്ലെങ്കിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കയറി, 10 ആള് മരിച്ചു, 3 ആള് മരിച്ചു, റോഡിന്റെ അരികിൽ കൂടെ നടക്കുന്നവൻ മരിച്ചു എന്നൊക്കെ എന്നും കാണുന്നത് ഇപ്പോഴാണ്. അപ്പൊ നമ്മൾ വാഹനത്തിൽ കേറാതിരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ആയത്തുൽ കുർസി ഓതി, അതുപോലെ തന്നെ ഒരു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ മേലിൽ ബലമേൽപ്പിച്ചു പോയാൽ അവൻ തിരിച്ചു വരുന്നത് വരെ ഒരു അപകടത്തിലും പെടുകയില്ല. അതുകൊണ്ട് എന്റെ സാധാരണക്കാരായ ശ്രോതാക്കൾ, ദൈവന്മാര്, വാഹനത്തിൽ കയറുന്നവർക്കൊക്കെയും ആ കാര്യം ഓർമ്മ വേണം. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൽ കയറിയതിനു ശേഷം ഇന്നാ അൻസൽനാഹു സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ, ഫ്ലൈറ്റിൽ കയറിയാലും ബസ്സിൽ കയറിയാലും നമ്മുടെ ബൈക്കിൽ കയറിയാലും ജീപ്പിൽ കയറിയാലും ആ കയറിയതിനു ശേഷം 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ ആ വാഹനത്തിന് എന്ത് അപകടം സംഭവിച്ചാലും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നല്ല, അത് ഓതിയ ഒരാൾ ആ വാഹനത്തിലുണ്ടെങ്കിൽ അത് കാരണം ആ വാഹനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് സൂറത്തുകളുടെ മഹത്വം പറഞ്ഞേടത്ത് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കിതാബ് വ്യക്തമായി ഇപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ട് ദിവസേന യാത്ര ചെയ്യുന്നവരും വാഹനത്തിൽ കയറുന്നവരും റോഡിന്റെ സൈഡിലൂടെ നടക്കുന്നവരും ഒക്കെയും നമ്മൾ അത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഒരു സംരക്ഷണം നമ്മൾ മുൻകരുതുക. അല്ലാഹു തആല ലായിക്കായ ഹൈറായ സമയത്ത് ഹൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിലായി വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി ഹബീബിന്റെ മദീനയിൽ വെച്ചോ അതല്ലെങ്കിൽ നമുക്ക് ലായിക്കായ ഹൈറായ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെ കത്തിക്കഴിഞ്ഞ രൂപത്തിലോ അല്ലെങ്കിൽ മയ്യത്ത് തീരെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല, കടലിൽ മുങ്ങിയതാണ്, അത് പിന്നെ കിട്ടിയില്ല, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അഥവാ മയ്യത്തിനെ കുളിപ്പിക്കാനും സാധിച്ചില്ല, കുളിപ്പിക്കാൻ സാധിക്കാത്ത മയ്യത്തിനെ തയമ്മം ചെയ്തു കൊടുക്കാനും സാധിച്ചില്ല. ഈ 2 കോലത്തിലും ഇനി 3ാമത്തെ ഒരു കോലം കൂടി ഇവരെ കുളിപ്പിക്കാൻ സാധിച്ചു, പക്ഷേ വെള്ളം ചേരാത്ത ചില സ്ഥലങ്ങൾ മയ്യത്തിന്റെ ശരീരത്തിലുണ്ട്. നിർബന്ധമായ കുളിക്കുമ്പോ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേരണമല്ലോ. പക്ഷെ വെള്ളം ചേർക്കൽ നിർബന്ധമായ സ്ഥലത്തേക്ക് വെള്ളം ചേർക്കാൻ സാധിക്കുന്നില്ല, അപകടം കാരണം. അപ്പോൾ എന്ത് വേണം? വെള്ളം ചേരാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടി തയമ്മം ചെയ്യണം. പക്ഷെ അവരെ തയമ്മം ചെയ്തു കൊടുക്കാൻ ആ ഒരു ഭാഗത്തിന് വേണ്ടി മയ്യത്തിനെ തയമ്മം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം മയ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നു. കാരണം എന്താണ്? അങ്ങനെ ആ നിലക്കായിരിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കോലത്തിൽ മയ്യത്തിന് യഥാർത്ഥമായ ശുദ്ധിയുള്ള രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അവിടെ നമ്മുടെ ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല. ആ മയ്യത്തിനെ കഫൻ ചെയ്യണം. അതുപോലെ തന്നെ തീരെ കുളിപ്പിക്കാൻ പറ്റില്ല, തീരെ കുളിപ്പിക്കാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ തയമ്മം ചെയ്യണം. തയമ്മം ചെയ്തു കൊടുക്കാനും സാധിച്ചില്ല, അല്ലെങ്കിൽ മയ്യത്തിനെ കയ്യിൽ കിട്ടുന്ന ചെയ്തില്ല. അങ്ങനെയും വരാം. ഫ്ലൈന് തകർന്നതാണ്, ഫ്ലൈന് എവിടെ പോയി വീണു, കടലിൽ പോയി വീണിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ആ ഫ്ലൈറ്റും കിട്ടിയില്ല, അതിനുള്ള ആൾക്കാരും കിട്ടിയില്ല, അതല്ലെങ്കിൽ മുങ്ങി മരിച്ചിക്കാണ്, മയ്യത്ത് കിട്ടിയിട്ടില്ല. അവിടെ ഞാൻ ഒരു ഇഷ്കാല് എന്റെ ചില ഉസ്താദന്മാർ ചോദിച്ചൊരു ഇഷ്കാല് ഞാൻ അവിടെ വെച്ച് തീർക്കുകയാണ്. ഉസ്താദെ, വെള്ളത്തിലൊരു മയ്യത്ത് മുങ്ങുകയും അത് നമ്മൾ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നുവെങ്കിലും അവിടെ ഒരു ഇഷ്കാല് ഞാൻ സാന്ദർഭികമായി തീർക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി മരിച്ച മയ്യത്ത്, ആ വെള്ളത്തിൽ മുങ്ങി മരിച്ച മയ്യത്തിനെ കയ്യിൽ കിട്ടിയാൽ കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്നൊരു മസ്അല പറഞ്ഞു. അതോടൊപ്പം മയ്യത്ത് കുളിപ്പിക്കുമ്പോ നിയ്യത്ത് നിർബന്ധം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നത്തെ ഈ മയ്യത്തിനെ പൊക്കിയേണ്ട ശേഷം, വെള്ളത്തിൽ നിന്ന് പൊക്കിയേണ്ട ശേഷം പിന്നെന്താ പിന്നീട് കുളിപ്പിക്കൽ? നിയ്യത്തേതായാലും വേണ്ട.
അങ്ങനെ ചില ഉസ്താദന്മാരുടെ ഭാഗത്തിൽ നിന്നൊരു ഇഷ്കാലാക്കാണ് പറയും മൊല്യമാരുടെ ഭാഷയിൽ. അതിന് മറുപടി പറയുന്നു എന്റെ ആ ശ്രോതാക്കളായ സാധാരണക്കാരായ ഉസ്താദന്മാരോട്. എവിടെ ഷർഖാവി എന്ന് പറയുന്ന കിതാബ് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഫായിലിന്റെ പ്രവൃത്തി അഥവാ ഒരു പ്രവർത്തിക്കുന്നവന്റെ പ്രവൃത്തി, ഒരു മയ്യത്ത് കുളിപ്പിക്കുക എന്നൊരു സംഗതി ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ഉണ്ടായിക്കോളണം. അതാണ് ഇവിടെ നിയ്യത്തില്ലെങ്കിലും മുങ്ങി മരിച്ചവനാണെങ്കിലും അവരെ കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം അത് സാധാരണക്കാർക്ക് തിരിഞ്ഞുവരണമെന്നില്ല. അത് ഇഷ്കാലാക്കിയ ഉസ്താദന്മാർക്ക് വേണ്ടി ഞാൻ സാന്ദർഭികമായി സംശയം തീർത്തതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മയ്യത്ത് തീരെ കിട്ടിയില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം അപ്പൊ മയ്യത്തിനെ ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിലെല്ലാം ആ മയ്യത്തിന്റെ മേലിൽ എന്തു പറ്റില്ല? നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കാതെ മറമാടൽ നിർബന്ധമാണ് എന്നാണ് അതിന്റെ അവസ്ഥ. കാരണം മയ്യത്ത് നിസ്കാരം സഹീഹാവാൻ എന്താണ്? ശുദ്ധി ഷർത്താണ്. കാരണം സാധാരണ ജീവിച്ചിരിക്കുന്നവർക്ക് നിസ്കരിക്കാൻ എന്ത് വേണമല്ലോ? ശുദ്ധി വേണ്ടേ? പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് കുലി നിർബന്ധമായി കുലിക്കാൻ സാധിച്ചില്ല, പകരം തയമ്മം ചെയ്യണം. തയമ്മം ചെയ്യാനുള്ള മണ്ണും കിട്ടിയില്ല, അതിനും സാധിച്ചില്ല. ഓലുണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല, ഒന്നുമില്ല, ഒരു നിലയും സാധിച്ചില്ല. എങ്കിലും രണ്ട് ശുദ്ധിക്കും, ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ തയമ്മം ചെയ്യാനും അല്ലെങ്കിൽ ഒലുണ്ടാക്കാനും വെള്ളം കിട്ടാത്തയും മണ്ണും കിട്ടാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ ജീവിച്ചിരിക്കുന്നവനാണെങ്കിൽ സമയത്തെ ആദരിച്ച് ബഹുമാനിച്ച് അവൻ നിസ്കരിക്കണം. പക്ഷേ മരിച്ച മയ്യത്താകുമ്പോൾ ഈ മയ്യത്തിന് ശുദ്ധി മുന്തൽ ഷർത്താണ് നിസ്കാരം സഹിയാവാൻ. അതിനു സാധിക്കാത്ത അവസ്ഥ വന്നാൽ കഫൻ ചെയ്യണം, മറമാടുകയും വേണം. കുളിപ്പിക്കാൻ ഇവിടെ സാധ്യല്ല, പകരം തയമ്മം ചെയ്തു കൊടുക്കാനും സാധ്യല്ല. അപ്പൊ മയ്യത്തിന് ശുദ്ധി വന്നിട്ടില്ല. ശുദ്ധി വരാത്തത് കൊണ്ട് നിസ്കാരം എന്തല്ല? സഹീഹല്ല. ഇതാണ് അതിൽ മസ്അല. മനസ്സിലായോ? പക്ഷെ അവിടെ ഒന്ന് രണ്ടാളുകൾ ഈ മസ്അലയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാടുകളിലൊക്കെയും അങ്ങനത്തെ ചില മയ്യത്തുകളെ നിസ്കരിച്ചിട്ടാണ് ഉസ്താദെ മറമാടിയത് എന്ന് പറഞ്ഞ് ഇഷ്കാലാക്കിയിട്ടുണ്ട്. അത് ക്ലാസ് റൂമിലെ ശ്രോതാക്കളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ വിഷയത്തിന്റെ വിശദീകരണം വരുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബാടിസ്ഥാനത്തിൽ അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞന്ന് വെച്ചതാണ്. കാരണം ചില സ്ഥലങ്ങളിൽ എന്റെ നാട്ടിലൊക്കെ ഉണ്ടായൊരു അനുഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആകത്തുക മസ്അല എന്തായി? മയ്യത്തിനെ കുളിപ്പിക്കാനും സാധിച്ചില്ല, കുളിപ്പിക്കുന്നതിന് പകരം തയമ്മം ചെയ്തു കൊടുക്കാനും സാധിച്ചില്ല കത്തിക്കരിഞ്ഞ കാരണത്താൽ, അല്ലെങ്കിൽ മയ്യത്തിനെ കയ്യിൽ കിട്ടിയില്ല, ഏതോ ബങ്കിലേക്കത് വീണിക്കാണ്, ആ മയ്യത്തിന് പിന്നെ അത് കിട്ടിയില്ല, അല്ലെങ്കിൽ കടലിൽ മുങ്ങിയതാണ്, നമ്മുടെ കയ്യിൽ ആ മയ്യത്ത് കിട്ടിയില്ല. ഇങ്ങനൊക്കെയും വരുന്ന സന്ദർഭത്തിന് ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാകുന്നു മസ്അല. പക്ഷേ ഇതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായവും മുഅ്തമദും അതാണ്. പക്ഷേ നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് പലവരും എന്റെ നാട്ടില് അങ്ങനെ ഒരു ആക്സിഡന്റ് മരണത്തില് കുളിപ്പിക്കാനൊന്നും സാധിക്കാതെ തൽക്കാലം വൈക്കുന്നൊക്കെ കുറച്ച് വന്നൊഴിച്ച് പിന്നെ കഫൻ ചെയ്ത് നിസ്കരിച്ചല്ലോ എന്ന് ഇഷ്കാലാക്കിയിട്ടുണ്ട്. ആ ഇഷ്കാലിന് മറുപടി നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും മഹാന്മാര് പറയുന്നു, വഖാല ബഅ്ലുൽ മുതാഖിരീന, മുതാഖിരീനരാവുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു, വലാ വജ്ഹ, യാതൊരു ന്യായവും ഇല്ല, ലിതർക്കി സ്വലാത്തി അലൈഹി, ഈ കുളിപ്പിക്കുവാനോ പകരം തയമ്മം ചെയ്തു കൊടുക്കാനോ സാധിക്കാത്ത മയ്യത്തിന്റെ മേൽ നിസ്കാരം ഉപേക്ഷിക്കലിക്കൊരു ന്യായവുമില്ല. കാരണം അന്നൽ മൈസൂര, സാധിക്കപ്പെടുന്ന കാര്യം ലാ യസ്കുത്തു, അത് ഇല്ലാതെയാകുകയില്ല, ബിൽ മഅസൂരി, സാധിക്കപ്പെടാത്ത കാര്യം കൊണ്ട്. സാധിക്കപ്പെടാത്ത കാര്യം എന്താ? കുളിപ്പിക്കാൻ സാധ്യമല്ല, പകരം തയമ്മം ചെയ്തു കൊടുക്കാനും സാധ്യമല്ല. പക്ഷേ നിസ്കരിക്കുക എന്നുള്ളത് പ്രയാസമില്ലല്ലോ, അതുകൊണ്ട് അത് ഇല്ലാതെയാകൂല എന്നെല്ലാം പറഞ്ഞ് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ അതിന്റെ ശേഷം വിശദീകരിക്കുന്നുണ്ട്. മുഅ്തമദും മുൻകാല പണ്ഡിതന്മാരും സഹാബത്തിൽ നിന്നെല്ലാം നക്കൽ ചെയ്യപ്പെട്ടത് കുളിപ്പിക്കപ്പെടാത്ത മയ്യത്തിന് പകരം കുളിപ്പിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ സാധിക്കാതിരിക്കുമ്പോൾ
തയമ്മം ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത മയ്യത്തുകളാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നിസ്കരിക്കാമെന്നും ഒരു അഭിപ്രായമുണ്ട്. അവിടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു വയംബഗി തഖ്ലീദു ദാലിക്കൽ ജംഇ, ഏത് ആ ജംഅ് അഥവാ അങ്ങനെ കുളിപ്പിക്കാനോ പകരം തയമ്മം ചെയ്തു കൊടുക്കാനോ സാധിക്കാത്ത മയ്യത്താണെങ്കിലും നിസ്കരിക്കാം എന്ന് പറഞ്ഞ ഉലമാഇനോട് പിൻപറ്റല്, തഖ്ലീദ് ചെയ്യല്, അനുകരിക്കല് അത്യാവശ്യമാകും. കാരണം എന്താ, അതല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ അവകാശികളുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമമായിരിക്കും. ഒരു നിസ്കരിക്കാതെ ഒരു മയ്യത്തിനെ ഖബറടക്കുമ്പോ നമുക്ക് തന്നെ സ്വാഭാവികമായും ആ മയ്യത്തിനോട് ഒരു അനാദരവ് കാണിച്ചോ എന്നൊരു തോന്നൽ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ ഈ മയ്യത്തിന്റെ അഹ്ലുകാരുടെ ഖാതിർ എന്ന് പറഞ്ഞാൽ അവരുടെ ഖൽബിന് ഒരു സമാധാനം കിട്ടാൻ അത് നല്ലതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ തയമ്മം ചെയ്തു കൊടുക്കാനും കുളിപ്പിക്കാനും രണ്ടിനും സാധിക്കാത്ത മയ്യത്തുകളുടെ പേരിൽ ചില ഉലമാ ചിലപ്പം സാന്ദർഭികമായി ആ കൗലുകൾ വെച്ച് നിസ്കരിക്കാൻ പറയാറുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. കാരണം ഞാൻ അവിടെ വേറൊരു മസ്അല പറയുകയാണ്. കാരണം സാധാരണഗതിയിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ നല്ലതാണ്. പക്ഷെ അവിടെ ഒരു മസ്അലയുണ്ട്. മയ്യത്തിൽ നിന്ന് രക്തം ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മയ്യത്തിന്റെ ദേഹത്തൊക്കെ ഇപ്പൊ നജസാണ്, അല്ലെങ്കിൽ ഈ മയ്യത്തിനെ പള്ളിയിലേക്ക് കയറ്റിയാൽ പള്ളിയിൽ നജസാകും എന്ന് കാണുന്നിടത്ത് പള്ളിയിലേക്ക് മയ്യത്തിനെ കയറ്റാൻ പാടില്ല. ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഒരു നാട്ടിലുണ്ടായ സംഭവം, ഒരു മനുഷ്യൻ തീരെ നിസ്കരിക്കാതെ, തീരെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും പോവാത്തൊരു മനുഷ്യനെ, വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും പോവാത്ത ഒരു മനുഷ്യൻ എല്ലാവരും അദ്ദേഹത്തോട് പറയും. പക്ഷെ അവസാനം അദ്ദേഹം മരിച്ച് അറ്റാക്കായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ രക്തം മരിച്ചതിന് ശേഷം രക്തം നിൽക്കാതെ വരികയാണ്. നീ രക്തം നിൽക്കാതെ വരുമ്പോ എങ്ങനെയൊക്കെ നമ്മൾ നിസ്കരിക്കലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, വേജാറാവണ്ട. അങ്ങനെ രക്തം നിൽക്കാതെ വരികയാണ്. പെട്ടെന്ന് മസ്അല പ്രകാരം വേഗം കുളിപ്പിച്ച് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ച്, കാരണം പള്ളിയിലേക്ക് മയ്യത്തിനെ കയറ്റിയാൽ പള്ളിയിൽ രക്തമാകുമെന്ന ഭയം വന്ന കാരണം അവിടെ കൂടിയ ഉസ്താദന്മാരും ജനങ്ങളും വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് നിസ്കരിക്കാം. എന്താ സംഭവിച്ചു എന്നറിയുമോ? ആ വ്യക്തിയെ നേരെ വീട്ടിൽ വെച്ച് ജനങ്ങൾ നിസ്കരിച്ച് പള്ളിയിലേക്ക് കയറ്റാതെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കി. നാട്ടിലാകെ ചർച്ചയായി. നോക്കി ചർച്ചയാവൂലേ? ഓൻ ജീവിതകാലത്ത് പള്ളിയിലേക്ക് കയറിയില്ല, മരിച്ചതിന്റെ ശേഷം ഓൻക്കൊന്ന് പള്ളിക്കൾക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നോക്കികള്. അപ്പൊ ഇതൊക്കെയും അത് കേൾക്കുമ്പോ ഈ മയ്യത്തിന്റെ അവകാശികളെ സംബന്ധിച്ച് വലിയ വിഷമം തോന്നും. അപ്പൊ ഇങ്ങനെ ചില ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നു, ഈ മയ്യത്തിന്റെ അഹിലുകാരുടെ ഈ മയ്യത്തിന്റെ അഹ്ലുകാരുടെ ഖാതിർ ഖൽബിന് ഒരു പരിഹാരമെന്നോണം മയ്യത്തിന് നമ്മളെ അനാദരവ് കാണിച്ചു എന്ന് വരാതിരിക്കാനും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അവരെ കുളിപ്പിക്കുവാനും അതല്ലെങ്കിൽ പകരം തയമ്മം ചെയ്തു കൊടുക്കാനും സാധ്യമല്ലെങ്കിലും നിസ്കരിക്കാമെന്ന് ചില ഇമാമിയങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം പരിഗണിച്ച് പല നാടുകളിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനിത് പറയാൻ കാരണം മുഅ്തമദിന് എതിരുള്ള മസ്അലകൾ പറയാൻ പാടില്ലാനാണ്. പക്ഷേ ഇത് മഹല്ലത്തിന് പല മഹല്ലത്തിലും ഇന്ന് വ്യാപകമായി ഇങ്ങനത്തെ അപകട മരണങ്ങളിൽ സംഭവിക്കുമ്പോ നമ്മൾ മസ്അല പറയുന്നു, പക്ഷേ കേൾക്കുന്നവര് നിസ്കരിക്കാൻ പാടില്ല, പിന്നെന്താ എന്റെ രാജ്യത്ത് നിസ്കരിക്കുന്നത്, ചിലപ്പോൾ വലിയ വിഷയങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മസ്അല സാധാരണ മുഅ്തമദിന് എതിരുള്ളതെന്നും പറയാറില്ല. പക്ഷെ ഇങ്ങനത്തെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ശ്രോതാക്കളെ ഉണർത്തിയില്ലെങ്കിൽ അവര് മസ്അല കേട്ട് അവരുടെ മഹല്ലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ യബുനാദജ്ജയ്ക്ക് മസ്അല വലിച്ചത് എന്ന് നമ്മുടെ പ്രവർത്തകരോട് ചിലപ്പം എന്താകും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മുടെ പ്രവർത്തകർക്ക് വരാതിരിക്കാനാണ് ഞാൻ ഇവിടെ ഒരു രണ്ടാം കൗല് ഉദ്ധരിച്ചത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അക്കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ
കുളിപ്പിക്കുവാനോ അതല്ലെങ്കിൽ പകരം തയമ്മം ചെയ്തു കൊടുക്കാനോ സാധിക്കാത്ത, അല്ലെങ്കിൽ ആള് മരിച്ചു ബങ്കിലേക്ക് വലിയ കടങ്ങിലേക്ക് വീണു, അല്ലെങ്കിൽ പുഴയിൽ മുങ്ങി, അല്ലെങ്കിൽ കടലിൽ മുങ്ങി, ആ മയ്യത്ത് തന്നെ നമുക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായപ്രകാരം മയ്യത്തിന് ശുദ്ധി വരാത്തത് കൊണ്ട് അവരുടെ നിസ്കാരം സഹീഹല്ല എന്നുള്ളതാണ് നമ്മൾ ഫത്വ നൽകേണ്ടതും ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതും ഷാഫി മദ്ഹബിലെ മുഅ്തമദും അതാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ മസ്അല, നമ്മൾ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ രക്തം നിൽക്കാതെ വരികയാണ്. മലദ്വാരത്തിലൂടെയോ മുൻദ്വാരത്തിലൂടെയോ അതല്ലെങ്കിൽ പ്രത്യേകമായ ദ്വാരമുണ്ടാക്കിയിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചില രോഗികളുടെ ഈ ചങ്കിന്റെ താഴ്ഭാഗത്ത്, ഈ ചങ്കിന്റെ ഭാഗത്ത് ഓൾസ് ഉണ്ടാക്കും. എന്നിട്ട് അതിലൂടെ പൈപ്പ് തിങ്ങാണ്ട് ശ്വാസം പുറത്തേക്ക് വരുന്നവരെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇത് ഇഷ്ടം പോലെ. അതുപോലെ തന്നെ മലം സാധാ ദ്വാരത്തിലൂടെ മലം പുറത്തേക്ക് വരാത്തതിന്റെ പേരിൽ ഇടതു ഭാഗത്ത് പ്രത്യേകമായ ഓൾസ് ഉണ്ടാക്കി പൈപ്പിട്ട് മലം പുറത്തേക്കെടുക്കുന്ന, സാധാരണ മൂത്രം തടസ്സമുണ്ടായാൽ ട്യൂബ് എന്നതുപോലെ മലസഞ്ചിയിലേക്ക് ബാരിയല്ലിന്റെ താഴ്ഭാഗത്തേക്ക് മോൾസ് ഉണ്ടാക്കി പൈപ്പിട്ട് മലം പുറത്തേക്കെടുക്കുന്ന എത്രയോ രോഗികളെ കാണാം. അപ്പൊ അങ്ങനത്തെ രോഗികളൊക്കെ മരിക്കുമ്പോ അല്ലെങ്കിൽ പ്രത്യേകമായ ഓപ്പറേഷത്തിന് വേണ്ടി ഓൾസ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ രക്തം എന്ത് ചെയ്യുകയാണ്? ഒന്നും കൊണ്ടേ ഇരിക്കുകയാണ്, രക്തം നിൽക്കുന്നില്ല. ഇങ്ങനത്തെ മയ്യത്തുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോ അവരെ ആമുഖമായി മനസ്സിലാക്കേണ്ട മറ്റൊരു മസ്അല എന്താ? അതായത് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പൂർത്തിയാകുമ്പോഴേക്ക് രക്തമോ നജസോ ഈ മയ്യത്തിൽ നിന്ന് പുറപ്പെടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഏകദേശം മയ്യത്തിന്റെ അവസ്ഥ കണ്ടപ്പോ മനസ്സിലാകുന്നുണ്ട്. ഇത് കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോഴേക്ക് രക്തത്തിഞ്ഞ് ഒന്നായിട്ട് വരാനാണ് സാധ്യത എന്ന് കണ്ടാൽ അതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണ്. നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിപ്പിച്ചിന് കഫൻ ചെയ്യുമ്പോഴേക്ക് രക്തം ഇനിയും വരും. കാരണം ഒരു പൗപ്പത്ത് മിഞ്ചിന് രക്തം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനത്തെ അപകട മരണങ്ങൾ, അതേപോലെ തന്നെ വലിയ വലിയ ഓപ്പറേഷനുകൾ കഴിഞ്ഞുള്ള മരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ടാവും. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് നിന്ന് അകത്ത് നിന്ന് ഇങ്ങനെ പറയും, എന്താണാവോ രക്തം നിൽക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയുന്നു, അങ്ങനെ രക്തം നിൽക്കാതെ വരുമെന്നുണ്ടെങ്കിൽ അവിടെ കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കണം. മനസ്സിലായത്? അതായത് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോഴേക്ക് ഈ മയ്യത്തിൽ നിന്ന് രക്തമോ നജസോ പോലോത്തത് പുറപ്പെടുമെന്ന് ഭയപ്പെടുന്നിടത്ത് അവിടെ കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കുകയാണ് വേണ്ടത്. കാരണം കഫൻ ചെയ്യുമ്പോഴേക്ക് ബലം ചെയ്യും, നജസ് വരും. അപ്പൊ വീണ്ടും ബുദ്ധിമുട്ടാവും. നിസ്കാരം കഫൻ പിന്നെ ചെയ്യാം. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? കഫൻ ചെയ്യലിനെ പിന്തിപ്പിക്കുക, നിസ്കാരം ആദ്യം കഴിക്കുക. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാം അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഞാൻ ഓരോന്നിന്റെയും ഇബാറത്തുകൾ വായിക്കുമ്പോ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാകും. വളരെ തെറ്റിദ്ധാരണയുള്ള ചില മസ്അലകള് ചിലപ്പം സാധാരണക്കാരുടെ ഖൽബിലേക്ക് ഇറങ്ങി വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ മാതിരിക്കല്ല, കിതാബിൽ തന്നെ അങ്ങനെയാണ് നല്ലത് എന്ന ധാരണയിലേക്ക് എത്തിക്കാനാണ് ചിലപ്പം ചില ഇബാറത്തുകൾ ഞാൻ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമ്പോ ഇവിടെ നിങ്ങൾക്കൊരു ഇഷ്കാലുണ്ടാവും സാധാരണക്കാർക്ക്. അപ്പൊ ഉസ്താദെ കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോന്നൊരു ഇഷ്കാല്, അല്ലെ? ഒരു തെറ്റായ ധാരണ നിങ്ങൾക്കില്ലെങ്കിലും ഉറപ്പാണ് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്കുണ്ടാകും. ഇടയിൽ കയറി ഒരു വിഷയം പറയുകയാണ്. ടെക്സ്റ്റ് വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു ടെക്സ്റ്റിനും ഉത്തരം കിട്ടുന്നതല്ല. അതൊക്കെയും ഇൻഷാ അല്ലാഹ് ചർച്ച വരും. നിങ്ങൾ പുതിയ ശ്രോതാവായിരിക്കും. അഥവാ ജീവനില്ലാത്ത കുട്ടി പ്രസവിച്ചാൽ, മാസം തികയാതെ പ്രസവിച്ചാൽ, മാസം തികഞ്ഞു പ്രസവിച്ചാൽ, ഇങ്ങനെ ചാപ്പുള്ളകൾക്കുള്ള നിസ്കാരത്തിന്റെയും കുലിയുടെയും മറമാടുന്നതിന്റെ ഹുക്കുമുകളൊക്കെയും ഇൻഷാ അല്ലാഹ് വരുമെന്ന് അത്തരം ശ്രോതാക്കൾ അറിയിക്കുന്നു. അതുകൊണ്ട് വിഷയവുമായി അവതരിപ്പിക്കുന്ന വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി കിട്ടുന്നതല്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട
ശ്രോതാക്കളെ അറിയിക്കുകയാണ്. അപ്പൊ നീ അവിടുത്തെ ആ ഒരു സംശയം ആദ്യം തീർക്കണം. എന്താ ഇപ്പൊ മൊയ്തേര് പറയുന്നത്? കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കുക. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ധാരണ എന്താ, കഫൻ ചെയ്യുന്നതിന് മുമ്പ് യാസീൻ ഓതാൻ പാടില്ല എന്നാണ്, അല്ലേ? കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് യാസീൻ ഓതാൻ പാടില്ല എന്നൊരു ധാരണ ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലേക്ക് കാണാം എന്തായ തെറ്റായ ധാരണകളാണ് അതൊക്കെ. എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിക്കാൻ. ഇന്നലെ നമ്മളെ തൃശ്ശൂരിൽ നിന്നുള്ള ലൈവില് നമ്മളെ പകല ഹസൻ ഉസ്താദ് പറഞ്ഞ മാതിരി എന്തൊക്കെയോ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കടന്നുകൂടിയിരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ കാണാം എന്ത്, ഈ മരിച്ചേതത്തിൽ നിന്ന് പള്ളിക്കല മുത്താലിമീങ്ങൾ ഇരുന്ന് ഓതും. എന്നാ കാരണം മയ്യത്ത് കുളിപ്പിക്കാൻ വെക്കുമ്പോ, കാരണം നമ്മൾ നിവർത്തിക്കാന് ഇനി മയ്യത്ത് കുളിപ്പിക്കാൻ വെക്കാണ്, ഇനി എല്ലാവരും മുസാഫക്കണ്ട് വാങ്ങി വെത്തേക്കണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, ഈ കുളിപ്പിക്കാൻ വെക്കുന്നത് വരെ മയ്യത്തിന്റെ മേല് ഖുർആൻ ഓടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ട്. അല്ല, മയ്യത്ത് അവരെ കുളിപ്പിച്ചോട്ടെ. ഇന്നേപോലെ തന്നെ യാസീനോ ഇഖ്ലാസോ ഈ മയ്യത്തിന് ഉപകരിക്കുന്ന വേറെന്തെങ്കിലും ചെല്ലിനോട് എന്താ കുഴപ്പം? കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്ത് മാറ്റിക്കളത്തിയ പിന്നെ അതിന്റെ മുമ്പത്തെ പണി മുത്താലിമീങ്ങളെ കൊണ്ട് മുസാഫ് കുളിപ്പിക്കല. അതുപോലെ തന്നെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടത്തേക്ക് യാസീനോദായോ എന്താ കഫൻ ചെയ്യലും യാസീനോദലും കുളിപ്പിക്കലും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതവിടെ ക്രമം ചെയ്യുന്നവർ അതവിടെ ചെയ്യട്ടെ. നമുക്ക് ഇവിടെ യാസീന് 10 യാസീന് അധികം മയ്യത്തിന്റെ പേരിലോടി, 100 ഇഖ്ലാസ് സൂറത്ത് അധികം മയ്യത്തിന്റെ പേരിലോടി, 100 സലാത്ത് ചൊല്ലി മയ്യത്തിന്റെ പേരിൽ ഹദിയ ചെയ്തു. എന്താ പതിന് കുഴപ്പം? അങ്ങനെ ഔത്തുന്നു ഫാത്തിഹ വിളിക്കാനായോ? ഫാത്തിഹ നിനക്ക് നാടുകളിൽ എന്താ എല്ലാവരുടെ നാട്ടിലും നിന്റെ നാട്ടിലും ചിലപ്പോ ഞാൻ മരിച്ചാലും ഇനിയിപ്പോ നിങ്ങളെ ആരെങ്കിലും വരികയാണ് അബുറയ്യാൻ മരിച്ചിട്ട് നമുക്ക് മയ്യത്ത് സംസ്കരണത്തിന് പോവുകയാണ്, ചിലപ്പോ എന്റെ നാട്ടിലും കാട്ടിലെ പേക്കൂത്ത് തന്നെ ഔത്തൊക്കെ ഇങ്ങനെ വിളിച്ചു വയ്ക്കുക. അപ്പൊ ഒരാൾ ആയിട്ടില്ല ഇത് യാസീനോടാണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കിയിട്ടല്ല കഫൻ ചെയ്ത് കഴിഞ്ഞിട്ട് യാസീൻ ഓടാൻ പറ്റുള്ളൂ. യാസീൻ ഓടണമെങ്കിൽ എന്ത് വേണം? കഫൻ ചെയ്യൽ തുടങ്ങണം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു തെറ്റിദ്ധാരണ തിരുത്തുകയാണ്. എന്ത്? കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നതിന്റെ വിധി ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കും. അത് പറയുമ്പോഴേ ഇനി പറയാൻ പോകുന്ന മസ്അലകളൊക്കെയും നിങ്ങളുടെ സംശയം തീരുകയുള്ളൂ. യഥാർത്ഥത്തിൽ അതിന്റെ മസ്അല എന്താ? കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കല് കവാഹത്തേ ഉള്ളൂ. ഞാൻ ആ ഒരു സംശയം അങ്ങോട്ട് തീരാൻ വേണ്ടിയിട്ട് അത് ചില സമയത്ത് ഞാൻ ഇബാറത്ത് വായിക്കും. ഇത് ചെയ്യാനുള്ള മസ്അലല്ലോ. ചില മസ്അലകൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല, നമ്മൾ മറ്റു ചില മസ്അലകൾ ഖൽബിൽ ഉറക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ഫിഖിന്റെ കിതാബ് പറയാണ് വതുക്റഹു കറാഹത്താക്കപ്പെടും. എന്ത്? നിസ്കരിക്കൽ കറാഹത്താക്കപ്പെടും. കബില തക്ഫീനിഹി മയ്യത്തിനെ കഫൻ ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് ഐ ഫലാ യതഹുമു ആ നിസ്കരിക്കൽ ഹറാമാകുകയില്ല. വലൗ ബിദൂനി സത്രിൽ ഔറത്തി ഔറത്തിനെ മറക്കൽ കൂടാതെയാണെങ്കിലും ശരി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മസ്അല എങ്ങനെയാണ്? മയ്യത്ത് നിസ്കാരം സഹീഹാവാനുള്ള ഷർത്ത് കഫൻ ചെയ്യൽ മയ്യത്ത് നിസ്കാരം സഹീഹാവാനുള്ള ഷർത്തിൽപ്പെട്ടതല്ല. നേരെ മറിച്ച് മയ്യത്തിന് ശുദ്ധിയുണ്ടാവുക. കുളിപ്പിക്കേണ്ട മയ്യത്താണെങ്കിൽ കുളിപ്പിക്കുകയും തയമ്മം ചെയ്തു കൊടുക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തയമ്മം ചെയ്തു കൊടുക്കുക. അല്ല വെറും തയമ്മം ചെയ്തു കൊടുക്കേണ്ട മയ്യത്താണെങ്കിൽ തയമ്മം മാത്രം ചെയ്തു കൊടുക്കുക. ഇങ്ങനെ മയ്യത്തിന്റെ ശുദ്ധി മുന്തലാണ് നിസ്കാരം സഹിയാവാനുള്ള ഷർത്ത്. പിന്നെ മയ്യത്ത് നിസ്കാരം സഹിയാവാൻ വേറെയും ചില ഷർത്തുകളുണ്ട്. നിസ്കാരത്തിന്റെ മറ്റു ഷർത്തുകളൊക്കെ ഇങ്ങോട്ടും ബാധകമാണ്. പക്ഷെ മയ്യത്തിന്റെ പ്രത്യേകമായ ഷർത്തുകളിൽ കഫൻ ചെയ്യൽ മുന്തുക എന്നുള്ളത് മയ്യത്ത് നിസ്കാരം സഹിയാവാനുള്ള ഷർത്തല്ല. കാരണം ഞാൻ ഈ മസ്അല സാധാരണക്കാർ കാലങ്ങളോലായിട്ട് കണ്ടുവരുന്ന വിഷയം എന്താ? കഫൻ ചെയ്തതിനു ശേഷമാണ് നിസ്കരിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ അപകട മരണങ്ങളിൽ മയ്യത്തിനെ നമ്മൾ കഫൻ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തുനിന്നാൽ മയ്യത്തിൽ നിന്ന് രക്തം പുറപ്പെടും, അല്ലെങ്കിൽ ഇനിയും നജസ് വരുമെന്ന് ഭയപ്പെടുന്നിടത്ത് അവിടെ ഏറ്റവും നല്ലത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കലാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇബാറത്ത് കൂടി വായിക്കാം. വല്ലൗല ഏറ്റവും നല്ലത് അൽ മുബാദറത്തു ഉലകലാണ് ലിസ്സലാത്തി അലൈഹി മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുന്നതിലേക്ക് അല
ഹാദിഹിൽ ഹാലത്ത് ഈ അവസ്ഥയിൽ ഇദാ ഖീഫ ഭയപ്പെട്ടാൽ മിൻ തൗഹീദിഹ ആ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നതിനാൽ ഇലാ തമാമി തക്ഫീനി കഫൻ ചെയ്യൽ പൂർത്തിയാവുന്നതുവരെ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നതിൽ നിന്ന് ഭയപ്പെട്ടാൽ ഖുറൂജു നജസിൻ നജസ് പുറപ്പെടലിനെ ഭയപ്പെട്ടാൽ മിൻഹു ആ മയ്യിത്തിൽ നിന്ന് കദമിൻ രക്തം പോലെ ഔ നഹവിഹി അല്ലെങ്കിൽ രക്തം പോലോത്തതുപോലെ. അപ്പൊ രക്തം പോലോത്ത മറ്റു മൂത്രമോ കാഷ്ടമോ പോലോത്തത് തെക്കുഫീന് കഫൻ ചെയ്യൽ പൂർത്തിയാവുന്നത് വരെ പിന്തിപ്പിച്ചാൽ ഈ നജസ് പുറപ്പെടുമെന്ന് ഭയമുണ്ടെങ്കിൽ അവിടെ കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ അങ്ങനെ നജസ് പുറപ്പെടുമെന്നൊരു അഭിപ്രായമുണ്ട്. ഒരു 30 മിനിറ്റിലും രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അറ്റാക്കായി മരിച്ചതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരക്കുന്ന മരണമാണ്. ഈ സന്ദർഭങ്ങളിൽ രക്തം വന്നുകൊണ്ടിരിക്കുക. 30 മിനിറ്റ് കഴിയുമ്പോ മയ്യത്തിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുളിപ്പിച്ചു. ഇനി 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും രക്തം വരും. അപ്പൊ എന്ത് ചെയ്യാ? മയ്യത്ത് നിസ്കരിക്കാൻ കുറച്ച് സമയം മതിയല്ലോ, കഫൻ ചെയ്യൽ അവിടെ നിൽക്കട്ടെ. ഇനി ഔറത്ത് മറക്കാതെ നിസ്കരിച്ചു. അത് പറയുമ്പോ എന്റെ സാധാരണക്കാർക്ക് അവർ ഇഷ്കാരി വരും. അപ്പൊ ഉസ്താദെ മയ്യത്തിന്റെ ഔറത്ത് കാണൂലേ, അത് നോക്കൽ ഹറാമാണ്. അത് മറ്റൊരു വിഷയം. മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കലും കാരണം മറ കൂടാതെ മയ്യത്തിന്റെ ഔറത്തിനെ തൊടലും ഹറാമാണ്. അത് രണ്ടും മസ്അല അങ്ങനെ തന്നെയാണ്. പക്ഷേ മയ്യത്ത് നിസ്കരിക്കാൻ മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനതാ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ആവശ്യമായ ചില സന്ദർഭങ്ങളിൽ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോ ഇവിടെ മയ്യത്ത് കഫൻ ചെയ്യാൻ നിന്നാൽ രക്തം വരും, കഫൻ തുണിക്കാകെ നാശാകും എന്ന് കാണുന്നിടത്ത് ഏറ്റവും നല്ലത് നിസ്കാരം കഴിക്കുക, എന്നിട്ട് കഫൻ ചെയ്യുക. അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ ഇപ്പോൾ വായിച്ചത് ഷെർവാനി, അലീഷ് ഇബ്രാഹിം അല്ലസി, ബുജൈരിനി പോലത്തെ എല്ലാ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലും ഈ മസ്അല കാണാം. അപ്പൊ അതുകൊണ്ട് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പൊ ഒരാൾ ഒരു കാരണമില്ല, ഒരു നജസ് പുറപ്പെടുന്ന പ്രശ്നമോ കഫൻ തുണിയിൽ നജസാകുന്ന വിഷയം ഒന്നുമില്ല. കുളിപ്പിക്കൽ കഴിഞ്ഞാൽ നിസ്കരിച്ച് എന്നിട്ടാണ് കഫൻ ചെയ്തത്, നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. ആ ചെയ്ത പരിപാടി കറാഹത്തായിപ്പോയി. ഇനി അവിടെ ഒരു മസ്അല പറയുമ്പോൾ ഒന്നുകൂടി അവിടെ ശ്രദ്ധിക്കണം. കഫൻ ചെയ്യുന്നതിന് മുമ്പ് മറമാടാൻ പാടില്ല, അത് ഹറാമാണ്. അത് വേറെ കാര്യം. കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് മയ്യത്തിനെ കഫൻ ചെയ്യാതെ മറമാടുക, അത് ഹറാമാണ്. ഇനി അതുപോലെ തന്നെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ടാണ് മയ്യത്തിനെ മറമാടേണ്ടത്. സാങ്കേതികമായി മനസ്സിലാക്കേണ്ട തെറ്റുധാരണകൾ തീരാനുള്ള മസ്അലകളാണ്, ചെയ്യാനുള്ള മസ്അലകളല്ല. ഒരാൾ എന്ത് ചെയ്തു? ഒരു നാട്ടുകാര് മയ്യത്തിനെ എളുപ്പം അങ്ങോട്ട് കഫൻ മറമാടി, ചിലപ്പോ ആവശ്യമാകും. മയ്യത്തിൽ നിന്ന് കഫൻ ചെയ്ത് കിട്ടി, ഇനി ചിലപ്പോ എന്താവും, രക്തം ഒന്നായിട്ട് വരും. രക്തം ഒന്നായിട്ട് വന്നാൽ കഫന്തിനേക്കാകെ രക്തത്തിൽ കുളിക്കും. ആ ഒരു അവസ്ഥയിലാണ് മയ്യത്തിന്റെ അവസ്ഥയുള്ളത്. അപ്പൊ എന്തേത്? പെട്ടെന്നത് മറമാടിയിട്ടാ നിസ്കരിച്ചത്. നിസ്കാരത്തിനൊരു കുഴപ്പമില്ല. പക്ഷേ അവിടെ നിർബന്ധം എന്താണ്? അങ്ങനത്തെ പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തയിടത്തും പൊതുവിൽ അവിടെ ചെയ്യേണ്ട മസ്അല എന്താണ്? നിസ്കാരം കഴിഞ്ഞിട്ടേ മയ്യത്ത് മറമാടാൻ പറ്റുകയുള്ളൂ. പക്ഷേ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് മയ്യത്ത് മറമാടിയാൽ ആ ചെയ്തത് ഹറാമാണ്, അവൾ നിർബന്ധമായ കാര്യം ചെയ്തില്ല. അപ്പൊ നിസ്കാരം കബറിങ്ങ പോയിട്ടുണ്ടാക്കിയ നിസ്കരിച്ചാൽ മതി. അപ്പൊ മയ്യത്ത് നിസ്കരിക്കാതെ കബറടക്കിയാൽ കബറുകൾ വെച്ച് നിസ്കരിച്ചാലും ആ നിർബന്ധമായ ഫറള് വീടുന്നതാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മസ്അല എന്താണ്? ഒരാള് മയ്യത്തിനെ കഫൻ ചെയ്യാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാണ്. അത് ചെയ്തത് കറാഹത്തായിപ്പോയി. വേണ്ടത് എന്താണ്? കഫൻ ചെയ്തതിനു ശേഷം നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി മയ്യത്തിന്റെ ഔറത്ത് പോലും മറക്കാതെ കുളിപ്പിച്ച് ശുദ്ധിയാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ തയമ്മം ചെയ്ത് ശുദ്ധിയാക്കിയതിനു ശേഷം ഔറത്ത് മറക്കാതെ ഒരു മയ്യത്തിന്റെ മേൽ നിസ്കരിച്ചാലും ഓനാ ചെയ്തത് ശരിയായില്ല, പക്ഷെ നിസ്കാരം സഹിയാണ്. ഏതുപോലെ
ഒരാള് മറ്റൊരാളുടെ വസ്ത്രം അതിക്രമമായി പിടിച്ചു വാങ്ങി ആ വസ്ത്രം എടുത്തൊരാൾ നിസ്കരിച്ചു, ഒരാളുടെ ഭൂമിയിൽ അതിക്രമിച്ചു കയറി, ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയോ നിസ്കരിച്ചു, ഓൻ ചെയ്തത് ഹറാമാണ്. പക്ഷേ നിസ്കാരത്തിന് എന്തില്ല, കുഴപ്പമില്ല, നിസ്കാരം സഹീഹാണ്. അപ്പൊ ഞാൻ ഇവരെ ഈ മസ്അല മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഏത് മസ്അല? ഒരു മയ്യത്തിൽ നിന്ന് കഫൻ ചെയ്ത് പൂർത്തിയാകുന്നത് വരെ പിന്തിപ്പിച്ചാൽ ആ മയ്യത്തിൽ നിന്ന് രക്തമോ രക്തം പോലത്തെ നജസോ പുറപ്പെടുമെന്ന് ഭയപ്പെടുന്നിടത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് കുളിപ്പിച്ചതിന്റെ ഉടനെ നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് കഫൻ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുകയാണ്. ഇനി മനസ്സിലായാലും ഈ വിഷയത്തിലേക്ക് നിഷ്കാലികൾ എന്നത് തീർക്കണട്ടോ. എന്റെ പുതിയ ശ്രോതാക്കളോടും അല്ലാത്തവരോടൊക്കെയും ഞാൻ പറയുന്നു, സംശയമുള്ളവർ എല്ലാ ഇഷ്കാലുകളും തീർക്കേണ്ടതാണ്. ആരുടെ മുമ്പിലും നമുക്കിനി നമ്മുടെ മറ്റു SYSന്റെ SSFന്റെ പ്രവർത്തകർക്കൊക്കെയും ഒരു അപകടത്തിൽപ്പെട്ട മയ്യത്ത് കയ്യിൽ കിട്ടുമ്പോൾ കൈകാര്യം ചെയ്യേണ്ട രൂപം വ്യക്തമായി പഠിപ്പിക്കാൻ എല്ലാവരും സംശയങ്ങൾ മൈക്ക് എടുത്തിട്ടോ മലയാളത്തിൽ PM അയച്ചിട്ടോ ഓരോ വിഷയവും കഴിഞ്ഞതിനു ശേഷം തീർക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കളെയും ഞാൻ ഉണർത്തുകയാണ്. ഇനി നമ്മുടെ അടുത്ത് പറയാൻ പോകുന്ന അടുത്ത മസ്അല എന്താ? മയ്യത്ത് കുളിപ്പിക്കുകയാണ്. പക്ഷേ മയ്യത്തിന്റെ ശരീരത്തിൽ പുതുതായി വന്ന ദോരത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥിരമുള്ള ദോരങ്ങൾ, മൂക്ക്, വായ, മലദോരം, മുൻദ്വാരം പോലോത്തതിൽ നിന്ന് രക്തമോ നജസോ വന്നുകൊണ്ടേയിരിക്കുക. കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അത് എന്ത് ചെയ്യാം? അവരെ കുളിപ്പിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? പക്ഷേ കുളിപ്പിക്കുന്നു, രക്തം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? മൂക്കിലൂടെയോ വായയിലൂടെയോ അതല്ലെങ്കിൽ പ്രത്യേകമായി ഉണ്ടാക്കിയ വോയിസിലൂടെയോ രക്തം വന്നുകൊണ്ടേയിരിക്കുകയാണ്. രക്തം നിൽക്കുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ഒരാൾക്കും അത്തരം അവസ്ഥകൾ നമ്മുടെ മരണാനന്തരം സംഭവിക്കാതിരിക്കുമാറാവട്ടെ എന്ന് നമ്മളെപ്പോഴും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ വന്നാൽ അതിന്റെ വിധി എന്താ? അവിടെ നമ്മൾ ഈ മയ്യത്തിനെ കുളിപ്പിച്ച് രക്തം ഇങ്ങനെ വരികയാണ്, രക്തം നിൽക്കുന്നില്ല, അവന്റെ പ്രത്യേകമായ വോയിസിലൂടെ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? സാധാരണയിൽ ശ്രദ്ധിക്കണേ, ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ അഥവാ മൂത്രവാർച്ചയുള്ളവർ, ഇസ്തിഹാലത്ത് രോഗികൾ പോലത്തവരൊക്കെയും എന്താണോ ചെയ്യേണ്ടത് അതേ വിധി ആ ഭാഗത്ത് ഈ മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ടതാകുന്നു. അപ്പൊ ഒരു ദോരത്തിലൂടെ രക്തം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എന്ത് വേണം? അതിനെ രതിയായ രൂപത്തിൽ അവരെ കഴുകി വൃത്തിയാക്കി അവിടെ നല്ലോണം പഞ്ഞി വെച്ചത് കെട്ടുക. ആ രക്തം വരുന്ന ഭാഗത്ത് കുത്തുനട്ട് പഞ്ഞി പോലോത്തത് വെച്ച് നിറക്കുക. എന്നിട്ട് നല്ലോണം ഇനി ആ പഞ്ഞിയുടെ പുറത്തേക്ക് രക്തം വരാതിരിക്കാനും അതുപോലെ തന്നെ ആ പഞ്ഞി ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളിപ്പോരാതിരിക്കാനും വേണ്ടി നല്ലോണം വെച്ച് കെട്ടുക. പെട്ടെന്ന് നിസ്കാരം കഴിക്കണം. പെട്ടെന്ന് നിസ്കാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പ്രത്യേകമായ മയ്യത്തിന് ഗുണം കിട്ടുന്ന പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം ബന്ധിപ്പിക്കാം. അവിടെ ഒന്നുകൂടി ആ മസ്അല എല്ലാവർക്കും തിരിയാൻ വേണ്ടി പറയാൻ. കാരണം സാധാരണഗതിയിൽ മൂത്രവാർച്ചയുള്ളവൻ അതുപോലെ തന്നെ ഇസ്തിഹാലത്ത് രോഗികൾ എന്താണോ നിസ്കാരത്തിന്റെ സമയത്ത് ചെയ്യേണ്ടത്, നിസ്കാരത്തിന്റെ സമയം ആയതിനു ശേഷം എന്ത് ചെയ്യുക? ഗുഹ്യസ്ഥാനം, ആ മൂത്രം പുറപ്പെടുന്ന ഭാഗം, അതല്ലെങ്കിൽ ഇസ്തിഹാലത്തുകാരിയാണെങ്കിൽ അവന് കഴുകി വൃത്തിയാക്കി പഞ്ഞി വെക്കേണ്ട സ്ഥലത്ത് പഞ്ഞി വെക്കുക. പഞ്ഞി വെക്കേണ്ടത് എവിടെയാണെന്നൊക്കെയും നമ്മൾ മുൻ ക്ലാസുകളിൽ നമ്മുടെ ഹൈലും ഇസ്തിഹാലത്തുമായി ബന്ധപ്പെട്ട ക്ലാസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് പഞ്ഞി വെച്ച് പെട്ടെന്ന് ഒലുണ്ടാക്കി നിസ്കരിക്കണം. ആ നിസ്കരിക്കണം എന്ന് പറയുമ്പോ എന്തു ചെയ്തു? ജമാഅത്തിന് വേണ്ടി അല്പസമയം ബന്ധിപ്പിക്കുക.
അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുരുഷന്മാര് മൂത്രവാർച്ചയുള്ള ആള് വീട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാ, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ അല്പസമയം പിന്തുടരുമല്ലോ. അങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അല്പസമയം പിന്തിപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മയ്യത്തിന്റെ ശരീരത്തിലുള്ള രക്തദ്വാരത്തിൽ നിന്ന് രക്തം പ്രവഹിച്ചും കൊണ്ടേ ഇരിക്കുന്നു എങ്കിൽ ആ ദ്വാരത്തിന്റെ ഭാഗത്ത് നല്ലോണം പഞ്ഞുവെച്ച് പുറത്തേക്ക് രക്തം വരാത്ത രൂപത്തിൽ പഞ്ഞു വെച്ച് ഫിറ്റാക്കി അവിടെ വെച്ച് കെട്ടുക. എന്നിട്ട് വേഗം കുളിപ്പിച്ച് വേഗം നിസ്കരിക്കുക. എങ്ങനെ? അപ്പൊ ചിലപ്പോ എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ് കാത്തു നിന്നാൽ ഇവിടെ നിസ്കരിക്കാൻ കുറച്ച് ആളുകൾ കൂടിയെത്തും. അപ്പൊ അതിനെന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ് കാത്തു. ഇവിടെ നിസ്കരിക്കുന്നവർ അധികരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം മയ്യത്തിന് ചെയ്തു കൊടുത്തേണ്ട ശേഷം നിസ്കരിക്കുന്നവർ അധികരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിന്നു, വിരോധമില്ല. നേരെ മറിച്ച് മയ്യത്തിന്റെ ദോരത്തിൽ നിന്ന് രക്തം വരുന്നു, അവിടെ പഞ്ഞു വെച്ച് നിറച്ചു, വേഗം കെട്ടി അവരെന്ത് ചെയ്തു, കുളിപ്പിച്ചു. അപ്പൊ ആരോ ഫോൺ ചെയ്തു, ഇതാ മൂത്താപ്പ വേണമെന്ന് വളാഞ്ചേരി എത്തിക്കണ്, 10 മിനിറ്റും പാടെ കഴിഞ്ഞിട്ട് കഫൻ ചെയ്താൽ മതി. അങ്ങനെ മൂത്താപ്പാക്ക് മയ്യത്തിന്റെ മുഖം കാണുക. മൂത്താപ്പാക്ക് മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് പിന്തിപ്പിക്കുക, അത് പാടില്ല. കാരണം മൂത്താപ്പ മയ്യത്തിന്റെ മുഖം കണ്ടു വെച്ചിട്ട് മയ്യത്തിന് ആഹാരത്തിനൊരു ഗുണം കിട്ടുന്നില്ല. മൂത്താപ്പ മയ്യത്തിന്റെ മുഖം കണ്ടതിന്റെ പേരിൽ മയ്യത്തിനൊരു ഗുണം കിട്ടാനില്ല. നേരെ മറിച്ച് 10 ആള് നിസ്കരിക്കാൻ അധികരിക്കുമെങ്കിൽ അത് മയ്യത്തിന് 4 ആഹാരത്തിന് ഉപകാരം കിട്ടുന്ന കാര്യമായതുകൊണ്ട് പിന്തിപ്പിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മസാലകൾ ഇവിടെ കടന്നു കളിക്കുന്നുണ്ട്. ഈ ദ്വാരത്തിലൂടെ രക്തം വരുമ്പോ അവിടെ പഞ്ഞു വെക്കുന്ന മസാല പറയുന്നിടത്ത് സാധാരണക്കാരി എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ ഇല്ലേ, എല്ലാവരും ക്ലാസ് റൂമിലില്ലേ, വലിയൊരു അണുക്കം നിങ്ങളെ കാണാൻ ഏതാർക്കും പറ്റാത്ത, അതല്ല രക്തത്തിന്റെയൊക്കെ മസിലായതുകൊണ്ട് കേൾക്കാൻ വയ്യാച്ച. ആ കേൾക്കുന്നവരൊക്കെ രസിച്ചാണ് പോലപ്പോ നമുക്ക് ഇപ്പൊ അപ്പഞ്ഞല്ലോ പോലെ പക്ഷേ ഇക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ കേൾക്കാൻ അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഞാൻ വിശദീകരണം കൂടുന്നതിലോ അതല്ലെങ്കിൽ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ പ്രവർത്തകർ പ്രത്യേകം അറിയിക്കണമെന്ന്, ശ്രോതാക്കൾ പ്രത്യേകം അറിയിക്കണമെന്ന് ഉണർത്തുകയാണ്. അപ്പൊ അങ്ങനെ രക്തം മതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ക്ലാസ് റൂമിലുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടാൽ മതി. മറ്റേ നമ്മളിങ്ങനെ ഒറ്റയ്ക്കുമ്പോ ഉമ്മയ്യാനോ അവർ ഒറ്റയ്ക്കിരിക്കാൻ, ഞാനും പറഞ്ഞിങ്ങനെ ഒറ്റയ്ക്കിരിക്കാനോ അപ്പൊ അഥവാ അത് ഞാൻ മുമ്പത്തെ ഇഞ്ഞാനത്തെ ഏതോ ഒരു ക്ലാസ്സിൽ ഒന്ന് വ്യക്തമായി ഉണർത്തിയിട്ടുണ്ട്. എന്ത്? അതായത് ഈ പഞ്ഞു വെക്കുമ്പോ കഫൻ ചെയ്യുന്ന മസ്തല പറഞ്ഞിടത്ത് സാധുവായ ഞാൻ ഉണർത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ മയ്യത്തിനെ കുളിപ്പിച്ച് മയ്യത്തിന്റെ ശരീരത്തിൽ കൽപ്പൂരമെല്ലാം തേച്ച് വെതറിക്കൊടുത്ത് പിന്നെ നമ്മള് ദ്വാരങ്ങളിലും സുജൂദിന്റെ സ്ഥാനങ്ങളിലൊക്കെയും പഞ്ഞു വെക്കണമെന്ന് പറഞ്ഞിടത്ത് മലദ്വാരം പോലോത്തതിൽ പഞ്ഞു വെക്കുമ്പോ മലദ്വാരം പോലോത്തതിൽ പഞ്ഞു വെക്കുമ്പോ നല്ലോണം അകത്തേക്ക് ആവശ്യമില്ലാതെ കയറ്റിവെക്കൽ എന്താണ്? കറാഹത്താണ്. ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധവുമാണ് എന്നൊരു മസല വന്നിട്ടുണ്ട്. ആ പഞ്ഞു വെക്കുന്നിടത്തൊരു മസല, അതേ മസല ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെടത്ത് പഞ്ഞി അമിതമായി അകത്തേക്ക് വെക്കലും ആവശ്യമില്ലാതെടുത്ത് പഞ്ഞി അകത്തേക്ക് വെക്കലും നിർബന്ധമാണെന്ന് പറഞ്ഞ മസ്അലയിൽ അവരെ 2 കോലത്തിലും എന്ത് ശ്രദ്ധിക്കണം? ആ നജസുമായി ഉള്ളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ഞിയുടെ തുമ്പ് പോലോത്തത് പുറത്തേക്ക് തള്ളി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ജീവിതകാലത്ത് നിസ്കരിക്കുമ്പോഴും ശ്രദ്ധിക്കണം, മയ്യത്തിനെ കഫൻ ചെയ്തു കൊടുക്കുമ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പഞ്ഞുവെച്ച് ദ്വാരങ്ങളിൽ രക്തം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി പഞ്ഞി പോലോത്തൊരു വെച്ചു കൊടുക്കുമ്പോൾ സാധാരണക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണത്. കാരണം ഞാൻ ഇവിടെ വെച്ച് പുതിയ വല്ല ശ്രോതാക്കളുമുണ്ടെങ്കിൽ അവരെ ഞാൻ വ്യക്തമായി ഉണർത്തുകയാണ്. മൂത്രവാർച്ച പോലോത്ത രോഗത്തിനു വേണ്ടി, ഇസ്തിഹാലത്ത് പോലോത്ത രോഗങ്ങൾക്ക് വേണ്ടി ആ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ
പഞ്ഞി പോലോത്തൊരു വെച്ച് കെട്ടുമ്പോൾ ആ സ്ത്രീയുടെ യോനിഭാഗത്ത് പഞ്ഞി വെക്കുമ്പോൾ യോനിയിൽ വെച്ച പഞ്ഞിയുടെ തുമ്പ് ആ സ്ത്രീയുടെ ഇസ്തിൻജാഇന്റെ സമയത്ത് കഴുകൽ നിർബന്ധമായ ഭാഗത്തേക്ക് ആ പഞ്ഞിയുടെ തുമ്പ് തള്ളി നിന്നാൽ നിസ്കാരം സഹീഹല്ല. എന്നതുപോലെ മയ്യത്തിന്റെ ഏതെങ്കിലും ദോലത്തിലേക്ക് രക്തം നിൽക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നജസ് പുറപ്പെടുന്നതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പഞ്ഞി പോലോത്തത് അകത്തേക്ക് തള്ളിവെക്കുമ്പോ അതിൽ നിന്നുള്ള തുമ്പുകൾ പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കല്ലൂബി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളും ജമല് പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും അത് നോക്കിയാൽ കാണാം. കാരണം അവിടെ ജമൽ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്ന ഒരു മസ്അല കാണാം, മയ്യത്തുമായി ബന്ധപ്പെട്ടതൊന്നും നജസുമായി ബന്ധപ്പെടാൻ പാടില്ല. ബന്ധപ്പെട്ടാൽ നിസ്കാരം സഹിയാകൂല. ആ മസലയ്ക്കും പഠിക്കണം. ഇപ്പൊ നമ്മളിനി കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് രക്തം വന്നു. കഫൻ തുണിയിലൊക്കെ ആകെ നജസായി രക്തമായി. എന്താണ് ആ മയ്യത്തിനെന്ന് കാത്തേണ്ടത് എന്ന് പറയാൻ പോകുന്ന മസ്അലയാണ്. അപ്പൊ അതിന്റെയൊക്കെ മുന്നോടിയായി മസ്അലകൾ ശ്രദ്ധിക്കണം. മയ്യത്തിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒന്നും നജസുമായി ബന്ധപ്പെടാൻ പാടില്ല. സാധാരണ നമ്മുടെ ജീവിതത്തിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ നജസുമായി ബന്ധമുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവില്ലല്ലോ. അവിടെ ഞാനൊരു മസ്അല സാധാരണക്കാർക്ക് പഠിപ്പിക്കാൻ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മരിച്ച വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് കാണാം. പള്ളി കുറേ അത്ര ദൂരത്തേക്ക് പോകാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീട്ടിൽ വെച്ചെന്താക്കും, ഒന്ന് നിസ്കരിക്കും. ഇൻഷാ അല്ലാഹ് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു മസ്അലയാണ് സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരം. ആ ഹറാം പറപ്പ് എന്നപ്പ ഞാൻ അതിന് ഒറ്റവാക്കിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. എത്ര സ്ത്രീകളുടെ നിസ്കാരം തന്നെ സഹിയാവാത്ത രൂപത്തിൽ വെറുതെ ഒരു മാഞ്ഞാളം കൊഞ്ചിയിട്ടില്ല നിസ്കാരം തല്ലോ. അത് വേറൊരു സബ്ജക്റ്റായി, ഒരു വിഷയമായി നമുക്ക് അവതരിപ്പിക്കാം. അപ്പൊ നമ്മൾ യാദൃശികമായി ചിലപ്പം ഇപ്പൊ നമ്മൾ ആത്തപാനമായി തന്നെ മയ്യത്ത് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് രക്തം വരും. അപ്പൊ എല്ലാവരും നമുക്ക് വേനബ്ബന് പരേനത് നിസ്കരിക്കാം, ഇത് വേം മയ്യത്തോണ്ട് കൊണ്ടുപോകാം. നമ്മളിപ്പം ഇത് മയ്യത്തിനെ ഏറ്റ് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് നജസ് ഉറപ്പതും. അപ്പൊ നമ്മൾ സ്വീപ്പാവും, നമുക്ക് പെട്ടെന്ന് പരേന നിസ്കരിക്കുക. അതൊക്കെ സാധാരണ സടക്കുന്നതാ. അങ്ങനെ പരേന നിസ്കരിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമ്മളെ കാലുമ്മ ചെരുപ്പുണ്ടാവും. ഞാൻ ഈ മസ്അലക്ക് ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് തന്നെ സാധാരണക്കാരോട് പറയാത്ത, കാലുമ്മ ചെരുപ്പുണ്ടാവും. കുറെ ആൾക്കാർ കാണാ ചെരുപ്പ് ഊരാതെ നിസ്കരിക്കുന്നു. ഈ സ്ത്രീകളൊക്കെയും മയ്യത്ത് നിസ്കരിക്കുന്നതുങ്ങളൊന്ന് വീടുകളിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുന്ന സ്ത്രീകളൊന്ന് ശ്രദ്ധിച്ചോക്കൊണ്ടു. ആ ഓറ്റങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ മസ്അലൊന്നും അറിയില്ല. ഏതോ വഹാബി മൗലവിമാരുണ്ടാക്കിയ മുസീബത്ത് നമ്മുടെ സ്ത്രീകൾ അതിന്റെ പിന്നാലെ അത് കൂടിക്കുക, എന്നിട്ട് ചെരുപ്പിട്ട് നിസ്കരിക്കുക. അവരെന്താ മസ്അല? ഈ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ടെന്ന് വെക്കുക, ഉണ്ടാവുമല്ലോ. നമ്മളിപ്പത് മൂത്രത്തിലും രാഷ്ട്രത്തിലൊക്കെ ചവിട്ടിച്ചല്ലേ പോകുന്നത്. അപ്പൊ ഈ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ടെങ്കിൽ, കാരണം ഇത് മയ്യത്തിന്റെ മസ്അല തിരിയാൻ ആദ്യം ജീവിച്ചിരിക്കുന്നവരുടെ നിസ്കാരത്തിന്റെ മസ്അല തിരിഞ്ഞാൽ വേം ഈ മയ്യത്തിന്റെ മസ്അല നമുക്ക് തിരിയും. അപ്പൊ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ടെങ്കിൽ ആ ചെരുപ്പ് ധരിച്ച്, അതിന് ഹവായി ആവട്ടെ, ഷൂ ആവട്ടെ, അതല്ലെങ്കിൽ VKC പോലാത്ത വേറെ ഏതെങ്കിലും നല്ല കൂടുന്ന ചെരുപ്പാവട്ടെ, ഏത് ചെരുപ്പായാലും. അപ്പൊ ഹവായി രണ്ട് വലിയ അലുണ്ടാവുമല്ലേ, ആ ഹവായി ധരിച്ച് നമ്മൾ നിസ്കരിക്കാൻ. അപ്പൊ നമ്മൾ ഈ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്. ശരിക്ക് ഹവായി കാണുന്ന സാധാരണ ഹവായി ചെരുപ്പ് കാലും എങ്ങനെയാണ് ആ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്. അങ്ങനെ ഒരാളും നിന്ന് നിസ്കരിച്ചു നോക്കുക. മയ്യത്ത് നിസ്കാരം ഏതോ നിസ്കാരാവട്ടെ, ആ നിസ്കാരം സഹീഹല്ല. എന്തേ കാരണം? ഇപ്പൊ അവൻ ചെരുപ്പ് ധരിച്ചവനാണ്. പെട്ടിട്ടാണ് അവൻ നിസ്കരിക്കുന്നത്. നിസ്കാരം സഹീഹല്ല. നേരെ മരിച്ച് അവനാ ചെരുപ്പ് കാലും വന്ന് ഷൂ ഊരി, അല്ലെങ്കിൽ ഹവായി ഊരി, അല്ലെങ്കിൽ ബാറ്റന്റെ VKCയുടെ മറ്റു സൈസിലുള്ള ചെരുപ്പുകൾ ഊരി അതിന്റെ മുകളിൽ കാല് വെച്ചു.
ശ്രദ്ധിക്കണം. അതിന്റെ മുകളിൽ കാല് വെച്ചു. അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരത്തിന് കുഴപ്പമില്ല. അപ്പൊ എന്താ ഉസ്താദ് അത് വ്യത്യാസം? ഞാൻ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്, സാധാരണക്കാർക്ക്. ഉസ്താദെ ചെരുപ്പ് ധരിച്ച് നിസ്കരിച്ചാൽ കാലിന്റെ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ടെങ്കിൽ നിസ്കാരം സഹിയാവൂല. ചെരുപ്പ് ഊരിയിട്ട് കാലുമെന്ന് ഊരിയിട്ട് ചെരുപ്പിന്റെ മുകളിൽ കാല് വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും. വ്യത്യാസമുണ്ട്. ആദ്യത്തെ കോലത്തിൽ അവൻ ചെരുപ്പ് ധരിച്ചവനാണ്. ചെരുപ്പ് ധരിച്ചവനാവുമ്പോൾ നിസ്കാരത്തിന് ധരിച്ച വസ്തുക്കളിലൊന്നും നജസുമായി ബന്ധപ്പെടാൻ പാടില്ല. ചെരുപ്പ് കാലിൽ നിന്ന് ചെരുപ്പ് ഊരി അതിന്റെ മുകളിൽ കാല് വെക്കുമ്പോ അവൻ ചെരുപ്പ് ധരിക്കാത്തവനാണ്. ചെരുപ്പിന്റെ മുകളിൽ കാല് വെച്ചിക്ക, പക്ഷേ കാലിന്റെ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്. ഈ നജസുമായി അവനിക്കൊരു ബന്ധമില്ല, ഒരു കുഴപ്പമില്ല, നിസ്കാരത്തിന് കുഴപ്പമില്ല. ഞാൻ അവിടെ ഒരു മസാല കൂടി പഠിപ്പിക്കട്ടെ. ഇപ്പൊ നമ്മുടെ നിലത്ത് മൂത്രമായി, ആ മൂത്രം ശരിയായ രൂപത്തിൽ ഉണങ്ങിക്കണ്, അതല്ലെങ്കിലും ഉണങ്ങിയിട്ടില്ല, മൂത്രം അവിടെ കടക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസലല്ലോ. ഞാൻ ഇപ്പൊ നാളെ മുതല് കാഷ്ടത്തിന്റെ മേലെ മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ KMIC മസല വന്നിക്കുന്ന വെച്ചിട്ട് ഞാനും അങ്ങനെ നിസ്കരിക്കണ്ട. അപ്പൊ ഇതിന്റെ മസല എന്താ? ഞാൻ മസല തിരിയാൻ വേണ്ടി പറയാണ്, മസല മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. മൂത്രം ഉണ്ട് നിലത്ത്. നിലത്ത് മൂത്രം ഇങ്ങനെ ഉണങ്ങാതെ കിടക്കുന്ന മൂത്ര, അതിന്റെ മേലെ നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ കാൽപ്പറ്റ് വിരിച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു കടലാസ് വിരിച്ച് മുകളിലേക്ക് നനവ് വരാത്ത രൂപത്തിൽ നമ്മുടെ ദൈനീ മേശന്റെ ഒക്കെ മേലെ വിരിക്കുന്ന കവറില്ലേ, അതേമായിക്കൊരു ഷീറ്റ് വിരിച്ച് ഒരു സുപ്ര വിരിച്ച് എന്നിട്ട് ഓന അതിന്റെ മേലെ നിസ്കരിച്ചു മക്കളെ. അതിന്റെ മേലെ നിന്ന് നിസ്കരിച്ചു. നിസ്കാരത്തിന് കുഴപ്പമില്ല. ഇത് നിസ്കരിക്കാനല്ല, ഇത് ചെയ്യാനുള്ള മസലല്ല. നമ്മൾ ഓരോ മസല മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അതല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന കത്തിൽമ നിന്ന് നിസ്കരിക്കുക. ആ കത്തിലിന്റെ കാല് കിടക്കുന്നത് നജസില. അവര് നിസ്കരിക്കുന്നത് കുഴപ്പമില്ല. ഇപ്പൊ അത് കാരണം ഈ കത്തിലെന്തല്ല നിസ്കരിക്കുന്ന സ്ഥലം, കാരണം ഇവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തട്ടുന്ന സ്ഥലത്തൊന്നും നജസ് വരാൻ പാടില്ല. അപ്പൊ എന്നതുപോലെ ചെരുപ്പ് ഊരി ചെരുപ്പിന്റെ മുകളിൽ കാല് വെച്ചു, ആ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്, നിസ്കാരത്തിന് കുഴപ്പമില്ല. ചെരുപ്പ് ധരിച്ചു, ധരിച്ച ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട്, നിസ്കാരം സഹിയാകൂല എന്ന ഇതേ വിധി തന്നെയാണ് മയ്യത്തിനും. ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നു. ഒരു മയ്യത്ത് കത്തില് ഈ മയ്യത്ത് കത്തില് മയ്യത്തിനെ ബന്ദ് ചെയ്തിരിക്കാൻ അതിന്റെ ഉള്ളിലിട്ടിങ്ങാണ്ട് കുച്ചും കൊളത്തൊക്കെ ഇട്ടിക്കണ്. പക്ഷെ ആ മയ്യത്ത് കത്തിൽ ഇരിക്കുന്നത് എവിടെയാണ്? നജസിലാണ് ഇരിക്കുന്നത്. ആ മയ്യത്തിന്റെ മേൽ നിസ്കാരം സഹിയല്ല. ആശിയത്തുൽ ജമൽ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമായി മസ്അല കാണാം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മയ്യത്തിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊന്നും നജസ് ഉണ്ടാവാൻ പാടില്ല. നിസ്കരിക്കുന്നവന്റെ ശരീരം വസ്ത്രവുമായി ബന്ധപ്പെട്ട ഭാഗത്തൊന്നും നജസ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇവിടെ ഒരു കാര്യം പറയുന്നു, അതൊക്കെ നമ്മൾ വ്യക്തമായി വിശദീകരിച്ച ക്ലാസിന്റെ റെക്കോർഡുകൾ KMICയുടെ സൈറ്റിലുണ്ട്. കേൾക്കാത്ത പുതിയ ശ്രോതാക്കൾ കേൾക്കണമെന്ന് ഞാൻ ഒരു ഇസ്ലാമിക പ്രവർത്തകൻ എന്ന് നിലക്കുണർത്തുകയാണ്. മൂത്രത്തിന് ട്യൂബിട്ടാൽ ഇന്ന് എത്രയോ രോഗികൾ മൂക്കിലൂടെ ട്യൂബിട്ട് കിടക്കുന്ന, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ കേരളത്തിലെ ലോകത്തിന്റെ വിവിധങ്ങളായ ഹോസ്പിറ്റലിന്റെ ICUയിൽ എത്ര രോഗികളാണ് മൂക്കിലൂടെ ട്യൂബിട്ട് കിടക്കുന്നത് നിസ്കരിക്കാതെ. മസ്അല എന്താണ്? മൂക്കിലൂടെ ട്യൂബിട്ട് കിടക്കുന്ന ഒരു രോഗിയും സമയമായാൽ നിസ്കരിക്കണം. പക്ഷേ അവന്റെ നിസ്കാരം സഹിയല്ല. ആ നിസ്കാരം പിന്നെ കളാബൂട്ടും വേണം. എന്റെ കാരണം മൂക്കിന് നിസ്കാരം സഹിയല്ലാച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, സമയത്തെ ബഹുമാനിച്ച് അവൻ നിസ്കരിക്കണം. കാരണം മൂക്കിലൂടെ പൈപ്പിട്ടാൽ എന്താ കാരണം? ഈ പൈപ്പിന്റെ തല കിടക്കുന്നത് എവിടെയാണ്? അവന്റെ ആമാശയത്തിലാണ്. അപ്പൊ ആമാശയം നജസാണ്. ആ നജസുമായി ബന്ധപ്പെട്ട പൈപ്പിന്റെ തലയാണ് മൂക്കിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ കൽപ്പിച്ചുകൂട്ടി അങ്ങനെ ചെയ്തതാണെങ്കിൽ അവന്റെ നിസ്കാരം സഹീഹല്ല. നേരെ മറിച്ച് ഇവൻ രോഗിയായതുകൊണ്ട് അവനിക്കത് ചെയ്യാം. സമയത്തെ ബഹുമാനിച്ചും കൊണ്ട് അവൻ നിസ്കരിക്കണം. അതുപോലെ തന്നെ
പിന്നീട് ഈ രോഗങ്ങളൊക്കെ മാറി മൂക്കിൽ നിന്ന് ഈ പൈപ്പൂരി ഒഴിവാക്കിയാൽ ഈ മൂക്കിൽ പൈപ്പിട്ട് എത്ര ദിവസമാണോ അവൻ നിസ്കരിച്ചതെങ്കിൽ ആ നിസ്കാരങ്ങളൊക്കെയും ഇവൻ ഖളാ വീട്ടണം. അതുപോലെ തന്നെ മൂത്രത്തിന് ട്യൂബിട്ട രോഗികൾ അവരെന്ത് വേണം? ഈ ട്യൂബിട്ട കാരണം അവർക്കത് സമയത്ത് ഊരാൻ വയ്യ. ഞാനൊന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മരണവുമായി രോഗവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ആയതുകൊണ്ട് അത് വിശദീകരിച്ചു പറഞ്ഞ ക്ലാസുകൾ നിങ്ങൾ കേൾക്കണം എന്നെന്റെ പുതിയ ശ്രോതാക്കളോട് ഉണർത്തുകയാണ്. അപ്പൊ മൂത്രത്തിന് ട്യൂബിട്ട് നിസ്കാരത്തിന്റെ ഓരോ സമയത്തും ഊരിവെക്കാനും അകത്തേക്ക് പ്രവേശിപ്പിക്കാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ കഴിവിന്റെ പരമാവധി മൂത്രത്തിന്റെ ട്യൂബിന്റെ തലയ്ക്ക് ഒരു ബാഗ് ഉണ്ടാകും, മൂത്രങ്ങൾ വന്നു ചാടാൻ. ആ ബാഗ് തൽക്കാലം ഊരി ആ ട്യൂബിന് എന്തിടുക? ഒരു അതപ്പിടുക. എന്നിട്ട് കഴിവിന്റെ പരമാവധി ആ ബാഗ് പോലത്തതൊക്കെയും എന്താക്കുക? ഒഴിവാക്കുക. പക്ഷേ അങ്ങനെ ട്യൂബിന്റെ ബാഗ് ഊരി ട്യൂബിന്റെ തലയിൽ അതപ്പിട്ടാൽ രോഗിക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ എന്തു ചെയ്യണം? രോഗിക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ എന്തു ചെയ്യണം? രോഗിക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ എന്ത് ചെയ്യണം? ആ ബാഗ് ഊരി ഒഴിവാക്കണ്ട. പക്ഷേ ആ നിസ്കാരങ്ങളൊക്കെയും പിന്നീട് രോഗി ആ ട്യൂബക്കൂരി നല്ല വാഹത്തായി സന്തോഷായി. ഈ നിസ്കാരങ്ങളൊക്കെയും ഖളാ വീട്ടൽ നിർബന്ധമാണ്. നേരെ മരിച്ച ആ രോഗി അങ്ങനെ മരിക്കാൻ ഈ ട്യൂബ് നൂരി പിന്നെ അവരുടെ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാതെ ആ നിലക്ക് രോഗിയായി മരിക്കാൻ ഓൻ കുറ്റക്കാരനുമല്ല. പക്ഷേ എന്ത് വേണം? സമയത്തെ ബഹുമാനിച്ചോ നിസ്കരിച്ചോളണം. ഇപ്പൊ ഇവിടെ മസ്അല എന്താ ഞാൻ പറഞ്ഞത്? നജസുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു ഭാഗം ഉൾഭാഗത്തേക്ക് നജസുമായി തട്ടിവെക്കുകയും ഉൾഭാഗത്ത് നജസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിന്റെ തലഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിസ്കാരം സഹീഹല്ല. അതിനകത്ത് രോഗികളാണെങ്കിൽ സമയത്ത് ആദരിച്ചോ നിസ്കരിക്കണം, പിന്നെ ആ നിസ്കാരം ഖളാ വീട്ടണം. ഇതേ മസ്അല മയ്യത്തിനും ബാധകമാണ്. അപ്പൊ മയ്യത്തിന്റെ ദോലങ്ങളിൽ നിന്ന് രക്തം വരുമ്പോൾ അവിടെ എന്തു വേണം? പഞ്ഞി പോലോത്തത് വെച്ച് നിറക്കണം. എന്നിട്ടോ അവിടെ വെച്ച് കത്തണം. എളുപ്പം മയ്യത്ത് കുളിപ്പിച്ച് എളുപ്പത്തില് മയ്യത്തിനുപകരിക്കുന്ന നിസ്കാരക്കാൽ അധികരിക്കുക പോലോത്ത പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ അല്പസമയം ബന്ധിപ്പിക്കാം. നേരെ മറിച്ച് മയ്യത്തിനുപകാരമില്ലാത്ത ഒരു വിഷയത്തിനു വേണ്ടി ഇത്തരം സന്ദർഭങ്ങളിൽ നിസ്കാരത്തെ ബന്ധിപ്പിച്ചാൽ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മസല. ഇവിടെ നമ്മുടെ ജീവിതകാലത്തുള്ളതൊന്ന് കടന്നു വരുമ്പോ സാധാരണക്കാർക്ക് 10 മസ്അലകൾ തിരിയും. ഒരു ഇസ്തിഹാലത്ത് രോഗി നിസ്കാരത്തിന്റെ സമയമായി, അപ്പോൾ കൈകി വൃത്തിയാക്കി ആ വെക്കേണ്ട രൂപത്തിൽ വെച്ച് കെട്ടി പിന്നെ അങ്ങനെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ച് ഒന്നുണ്ടാക്കിയിട്ട് നിസ്കാരപ്പായേക്കൊണ്ട് വരിക. അപ്പഴാ മൂപ്പരെ വിളിക്കല്. പക്ഷെ മൂപ്പർക്കിപ്പോ അറിയില്ലല്ലോ, ഭാര്യപ്പത് വെച്ചെത്തിങ്ങാന്ന് നിസ്കരിക്കാൻ പോകുവാനൊന്നും ഇപ്പൊ ഭർത്താവിന് അറിയില്ലല്ലോ. അങ്ങനെ വിളിച്ചു കുറേ വർത്താനങ്ങൾ പറഞ്ഞു, നാട്ടിലെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ബില്ല് പറഞ്ഞു, മറ്റൊരു പറഞ്ഞു. ഒരു അരമണിക്കൂരോളം. പിന്നെ നെറ്റിന്ന് ഫോൺ വിളിച്ചാ പണ്ട് കുട്ടികൾ പറഞ്ഞില്ലേ, ഉമ്മാനി വാപ്പാതി മൊബൈൽ ഒന്ന് കേതരയാണെങ്കിൽ നേരം വെളുത്താ മദ്രസയ്ക്ക് നാട്ടെ പോവാഞ്ഞൂന്ന്. കാരണം വാപ്പങ്ങോട്ട് വിളിക്കുക രാത്രി, പിന്നെ അങ്ങനെ ഇത് സംസാരിക്കുക. അവസാനം കുട്ടികളെ ഉറക്കും കല്ലെത്താവുക. അതുകൊണ്ടാ മക്കൾ പറഞ്ഞത് ഈ മൊബൈൽ കേതരയാണെങ്കിൽ രാവിലെ നാട്ടെ കാലത്തെ നീച്ച് മദ്രസയ്ക്ക് പോവാഞ്ഞൂന്ന്. അപ്പൊ ഇവരങ്ങനെ സംസാരിച്ച് എന്നാ കുഴപ്പമൊന്നുമില്ല. ഈ ചെയ്ത പണി ആദിക്കന്ന് ചെയ്യണം. കാരണം ഈ വർത്താനം പറച്ചലും പിടിക്കലും അല്ലെങ്കിൽ ചില സ്ത്രീകൾക്കുണ്ട് ഒന്നുണ്ടാക്കിയാലും ചെയ്യും, എന്തെങ്കിലും സാധനം അടുപ്പത്ത് വെക്കും. എന്നിട്ട് ആ ഒന്നുണ്ടാക്കി വരുമ്പോഴേക്കത് വേവത്തേനും വിചാരിച്ച് തലക്കത്തേനും വിചാരിച്ച് അടുപ്പത്ത് വെച്ചെങ്ങാണ്ട് ഒന്നുണ്ടാക്കാൻ പോകും. ഇമ്മാതി രോഗികൾ എന്ത് ചെയ്തു? ഇത് അടുപ്പത്തും വെച്ചെങ്ങാണ്ട് ഒന്നുണ്ടാക്കാൻ പോയി. പിന്നെ ഓന് വെച്ചത്തിനും ഒന്നുണ്ടാക്കലും കഴിഞ്ഞതിന് ശേഷം അടുപ്പിൻ തലയിൽ പോയി അതൊക്കെ ശരിയാക്കി പിന്നെ പോയി നിസ്കരിക്കുക. ഇതൊന്നും
നിസ്കാരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ബന്ധിപ്പിക്കലല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം നമ്മുടെ ജീവിതകാലത്തുള്ള ഇത്തരം മസ്അലകളൊക്കെയും ഇങ്ങനത്തെ അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിലുള്ള മയ്യത്തുകളെയും ബാധിക്കുമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ജമല് അയ്യൂബി പോലത്തെ ഫിഖിന്റെ കിതാബുകളിലൊക്കെയും പറയുന്നു, ഒരു ആവശ്യത്തിന് വേണ്ടി മയ്യത്തിന്റെ ഏതെങ്കിലും ദ്വാരങ്ങളിലേക്ക് പഞ്ഞി പോലത്തത് കയറ്റി വെക്കാം. ആ ഒഴുവുണ്ടെങ്കിൽ, കാരണമുണ്ടെങ്കിൽ അത് വാജിബാണ്. ഉദാഹരണം, രക്തം വരുന്നത് തടുക്കാൻ, നജസ് വരുന്നത് തടുക്കാൻ. പക്ഷേ ആവശ്യമില്ലാത്തയിടത്ത് അത് കറാഹത്താണ്. ആവശ്യമുണ്ടായാലും ആവശ്യമില്ലെങ്കിലും ആ കയറ്റി വെച്ചതിൽ നിന്ന്, ആ നജസുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക് കയറ്റിവെച്ച പഞ്ഞിയിൽ നിന്ന് അല്പം പുറത്തേക്ക് നിന്നാൽ നിസ്കാരം സഹിയാകുന്നതല്ല രണ്ട് കോലത്തിലുമെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. പിന്നെ ഒരു ചെറിയ ഏതെല്ലോത്തും രണ്ടാം കൗലില്ലാത്ത മസ്അലയല്ലോ. ഇമ്മാനെ തച്ചാലും അവിടെ രണ്ട് കൗലാണല്ലോ. തള്ളക്ക് കിട്ടണ്ടടാ. തള്ള കുറെ കാലയിക്കണം മക്കളേക്കൽ അത് വാങ്ങാനായിട്ട് നടക്കുന്നതിന് ഒരു വിഭാഗം എന്ത് പറയും, എന്തായാലും ഓന്റെ അമ്മല്ലേ, ഓനാ ചെയ്തത് ശരിയായില്ല. അപ്പൊ ഇമ്മാനെ തച്ചാലും രണ്ട് അഭിപ്രായങ്ങൾ എവിടെയും രണ്ടെണ്ണം വരും. അപ്പൊ ചില ഇമാമിങ്ങൾ ഇതൊക്കെ വളരെ പ്രയാസാണല്ലോ. ഒരു മയ്യത്തിന്റെ ദ്വാരത്തിലേക്ക് രക്തം നിൽക്കാൻ വേണ്ടി പഞ്ഞി വെച്ചു, പിന്നെ ഒരു തുമ്പൊക്കെ ചിലപ്പോൾ യാദൃശികമായി പുറത്തേക്കൊക്കെ നിൽക്കും. അപ്പൊ അങ്ങനൊക്കെ ഒരു കൗല് നമ്മൾ അങ്ങനത്തെ ഒരു മയ്യത്താവുമ്പോ ചിലപ്പോൾ അയിമക്കണ്ട് കൂടേണ്ടി വരും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പ്രബലമായ അഭിപ്രായ പ്രകാരം കഴിവിന്റെ പരമാവധി നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കണം. ഒന്ന്, ഇപ്പൊ നമ്മൾ പഞ്ഞു വെക്കുന്ന മസ്അലയാണ് പറഞ്ഞത്. തിരിഞ്ഞല്ലോ. ഈ മസ്അല തിരിഞ്ഞവരൊക്കെ അനുസരിച്ചാൽ അല്ലെങ്കിൽ എന്നും പറയും. തിരിഞ്ഞവരൊക്കെ ഈ മസ്അല, കാരണം നമ്മളൊരു മസ്അലത്തെയും വിശദീകരിച്ചിട്ട് ഇങ്ങനത്തെ അപകട മേഖലകളിലൊക്കെയും കൈകാര്യം ചെയ്യാൻ ഈ പറഞ്ഞ കോലെല്ലാവർക്കും മനസ്സിലായില്ലേ? അല്ലെന്തില്ല. ഇനി ഇവരെ ഇങ്ങനെ പഞ്ഞി വെച്ചിട്ടും രക്തം നിൽക്കണില്ലെങ്കിലോ അവരെയാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. നമ്മളങ്ങനെ പഞ്ഞി വെച്ചു, ഒരു മയ്യത്തിനുണ്ടാക്കി ഒരു പ്രത്യേകമായ ഓൾസിത്തീനും അയിക്കൂടെ രക്തം ഇങ്ങനെ വരിക, അല്ലെങ്കിൽ മലം എടുക്കാൻ വേണ്ടി ഓൾസിത്തട അയിക്കൂടെ ഇപ്പം മലം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പഞ്ഞു വെച്ചിട്ടൊന്നും ഇത് നിൽക്കണില്ല. അങ്ങനെയാണെങ്കിൽ തുന്നേണ്ടി വന്നു. തുന്നിയാൽ ഈ രക്തം നിൽക്കും. ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് തുന്നിക്കഴിഞ്ഞാൽ അത് നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുന്നണം. അതാണ് ഫിഖിന്റെ മസല. തുന്നിയാൽ അവിടെ പഞ്ഞു വെച്ചിട്ട് ഇത് നിൽക്കണില്ല, ഈ മയ്യത്തിന്റെ രക്തം നിൽക്കണില്ല. അങ്ങനെ സാധാരണ നമ്മൾ ആ ഇസ്തിഹാലത്തെ രോഗികളുടെ, അവരെ മൂത്രവാച്ചക്കാരൻ പോലത്തെ രോഗികളുടെ അതേ നിയമങ്ങൾ ഇവിടെ പാലിച്ചു. എന്നിട്ടും എന്താണില്ല, രക്തം നിൽക്കുന്നില്ലെങ്കിൽ തുന്നേണ്ടി വന്നാൽ തുന്നാം. കാരണം അതൊന്ന് പ്രത്യേകിച്ച് പറയാൻ കാണ്ട, മയ്യത്തിന്റെ ശരീരം ഒരു കാരണവശാലും വേദനിപ്പിക്കാൻ പാടില്ല. മയ്യത്തിന്റെ പല്ല് പറിച്ചെടുക്കുക. ഇനിയിപ്പോ അവിടേക്ക് ഒരു മസ്അല കിട്ടോ, സ്വർണ്ണപ്പല്ല് വെച്ചിന് മയ്യത്ത്. അതൊക്കെ നമ്മൾ മുമ്പൊരിക്കൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർക്ക് വേണമെങ്കിൽ സ്വർണ്ണപ്പല്ല് വെക്കാൻ പറ്റൂല അല്ലേ? എന്താ വെക്കുന്നുണ്ട്? കാശുണ്ടെങ്കിൽ വെച്ചോലേ. വിരൽ തുമ്പുകളൊക്കെ സ്വർണ്ണാക്കുക. ഒരാൾക്കിപ്പോ അങ്ങനെ പോയി കരിമ്പും ജ്യൂസിന്റെ കച്ചവടമാണ്. കരിമ്പിന്റെ മിഷീന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് വിരലിന്റെ തുമ്പങ്ങോട്ട് പോയി. അപ്പൊ ഓന്റെയൊക്കെ നല്ല കാശുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഒരു വിരലിന്റെ തുമ്പ്, വിരല് ഒന്നായിട്ടല്ലോ, വിരല് ഒന്നായിട്ടല്ല. പക്ഷെ ഈ വിരലിന്റെ തുമ്പ് ഓൻ സ്വർണ്ണാക്കിയതിന്, അല്ലെങ്കിൽ മുൻപല്ല് ഓൻ സ്വർണ്ണാക്കി. ഇങ്ങനെയൊക്കെ വന്ന് ഈ സ്വർണം വെച്ചിട്ടാ ഓൻ മരിക്കണ്. അപ്പൊ നമ്മൾ എന്താ കാട്ടുക? ഈ സ്വർണ്ണപ്പല്ലെടുക്കാൻ പറ്റുക. അപ്പാരിയും പോയില്ല, ഇന്ന് പറയില്ല, നാളെ പറയില്ല, ഇന്ന് വന്നോലൊക്കെ നാലും വേണം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ എല്ലാ മസ്അലയും ഒരു ദിവസം പറഞ്ഞ പിന്നെ വന്നോല് പിന്നെ പിറ്റേ ദിവസം കൊണ്ടേല്. അതൊരു മസ്അലല്ലോ. സ്വർണ്ണപ്പല്ല്, അതെ, സ്വർണ്ണപ്പല്ല്, വിരലിന്റെ തുമ്പ് പോലാത്ത വയ്ക്കും പുരുഷന്മാർക്ക് വെക്കുന്ന മസ്അലുണ്ട്. പക്ഷെ ഓന് വെച്ചിട്ട് മരിച്ച് സംഗതി ഉറപ്പാ. അതിപ്പോ നിൽക്കാൻ പറ്റുന്നു പറഞ്ഞാലും ശരി, പറ്റൂലാന്ന് പറഞ്ഞാലും ശരി. നമ്മളിപ്പോ സ്വർണ്ണപ്പല്ല് വെച്ചെങ്ങാണ്ട് ഇപ്പൊ മയ്യത്തിനെ കപ്പലൊക്കെ നിക്ക് തോന്നില്ല. എന്താ മൊയ്യത് നിങ്ങളീ പറഞ്ഞത്? ആ സ്വർണ്ണപ്പല്ല് എത്തിയ വാപ്പാന്റെ അഭ്യന്തരം കഴിച്ചൂടെ, അല്ലെങ്കിൽ വാപ്പാന്റെ ചികിത്സിച്ചെന്റെ കാലിന്റെ കടം വീട്ടിപ്പോയി. ഇൻഷാ അല്ലാഹ്
ഏതായിരുന്നാലും സ്വർണ്ണപ്പല്ല് എടുക്കാൻ പറ്റുമല്ലേ? മരിച്ച മയ്യത്ത് സ്വർണ്ണപ്പല്ല് വെച്ചേന്, മരിച്ച മയ്യത്തിന്റെ കൈയിന്റെ വിരൽ തുമ്പ് സ്വർണ്ണമാക്കിയിരുന്നു, അത് വെച്ചും കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എങ്കിൽ അത് മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കണോ എടുക്കണ്ടേ? കാരണം അത് മുതലാണല്ലോ. ഏതായാലും പറ്റെങ്കിലും പറ്റിയില്ലെങ്കിലും നമുക്ക് നാളെ തീരുമാനിച്ച. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നാൽ 1-2 വിഷയം കൂടി നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. അമാനി ഉസ്താദ് 10 മിനിറ്റ് തന്നിട്ടുണ്ട്. അബൂസിനാൻ ഉസ്താദിന്റെ ഉസ്താദെ 1 മിനിറ്റ്. അമാനി ഉസ്താദിന്റെ ക്ലാസിന്റെ ദിവസമാണോ അബൂസിനാൻ ഉസ്താദിന്റെ ക്ലാസിന്റെ ദിവസമാണോ? ഞാൻ പറഞ്ഞ മറ്റു ഉസ്താദന്മാരുടെ ക്ലാസിന്റെ സമയം കടമെടുക്കുന്നില്ല. ഉസ്താദ് മാഷാ അല്ലാഹ്. ഞാൻ മൈക്ക വിട്ട് ഒരു 1 മിനിറ്റ്. ഞാൻ നമ്മുടെ അമാനി ഉസ്താദായിരുന്നു മൗലിദിന്റെ ദുആ നടത്തിയത്. അപ്പൊ അമാനി ഉസ്താദ് മൈക്ക ഓതുമ്പോ രാഫി അസീർ ഉസ്താദ് മൈക്ക ഓതുമ്പോ പറഞ്ഞു 11 മണിക്കിന്റെ സമയമാണ്, ഞാനൊരു 10 മിനിറ്റ് വഴുകും, അതുകൊണ്ട് ഉസ്താദ് തുടരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഏതായാലും ഞാൻ അബൂസിനാൻ ഉസ്താദ് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ഇതത് പറഞ്ഞ് മസല പൂർത്തിയാക്കാം. പിന്നെ 2ാമത്തെ മസല പിന്നീട് പറയാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ദോഷത്തിൽ നിന്ന് രക്തം വരുമ്പോൾ ജീവിതകാലത്ത് ഇസ്തിഹാലത്ത് രോഗി, അതുപോലെ തന്നെ മൂത്രവാസക്കാരൻ പോലോത്തവർ ചെയ്യേണ്ട അതേ വിധിയാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ ചെയ്തതിന്റെ ശേഷം നിസ്കാരത്തിന്റെ സമയം പിന്തിപ്പിക്കാൻ പാടില്ല പോലത്തെ വിധികളൊക്കെയും ഇങ്ങോട്ട് ബാധകമാണ്. ഇനി അങ്ങനെ പഞ്ഞി വെച്ചിട്ടും ആ രക്തം നിൽക്കുന്നില്ല, തുന്നേണ്ടി വന്നാൽ തുന്നുകയും ചെയ്യാം. അപ്പൊ മയ്യത്തിന്റെ ശരീരം അങ്ങനെ എപ്പോഴൊക്കെ തുന്നാൻ പറ്റും? മയ്യത്തിന്റെ നഖം, മയ്യത്തിന്റെ മുടി മുറിക്കാൻ പറ്റുമോ? ചായം പിടിപ്പിച്ച മുടി വെള്ളം ചേരുന്നില്ലെങ്കിൽ ആ മുടി നീക്കാൻ പറ്റുമോ? പോലത്തെ വിഷയങ്ങളൊക്കെയും അതിനോടനുബന്ധിച്ച് കടന്നു വരും. അപ്പൊ നമ്മൾ രക്തം നിൽക്കാത്ത മയ്യത്താണ്, പെട്ടെന്ന് കഫൻ ചെയ്ത് പൂർത്തിയാക്കുമ്പോഴേക്ക് വീണ്ടും രക്തം വരുമെന്ന് കണ്ടാൽ ഏറ്റവും നല്ലത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കലാണ് എന്നും പറഞ്ഞു. തയമ്മം ചെയ്തു കൊടുക്കാനും കഫൻ കുളിപ്പിക്കാനും സാധിക്കാത്ത മയ്യത്താണെങ്കിൽ അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രബലം എന്ന് പറഞ്ഞു. മയ്യത്തിന്റെ ദോഷങ്ങളിലൂടെ എന്താണ് രക്തമോ നജസോ പോലാത്തത് നിൽക്കാതെ വരുമ്പോൾ ചെയ്യേണ്ട രൂപവും പറഞ്ഞു. അത് ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് നജസവുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക് തള്ളി നിർത്തിയ പഞ്ഞി പോലാത്തതിൽ നിന്ന് തുമ്പ് പോലാത്തത് പുറത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ തിരിച്ചറിയാത്ത മയ്യത്തെ അവയവങ്ങൾ പോലത്തെ എല്ലാ കാര്യങ്ങളും അതൊക്കെ നമുക്ക് മുൻകൂട്ടി, അതിനേക്കാളും വലുതാണ് ഈ അപകടത്തിൽപ്പെട്ട മയ്യത്തിന്റെ ശരീരത്തിൽ രക്തം വരിക. എല്ലാ ശ്രോതാക്കളും ഇൻഷാ അല്ലാഹ് സ്ഥിരം നമ്മുടെ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളായി ഞാൻ പറയുന്നതിൽ കഴിയുന്ന പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലാസ് റൂമിലെ ഉസ്താദന്മാരോട് എവിടെങ്കിലൊക്കെയും മസ്അല പറഞ്ഞിടത്ത് അബദ്ധം തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്നും അത് ക്ലാസ് റൂമിൽ നമുക്ക് അറിയിക്കാൻ മാർഗമുണ്ട്. കഴിയുന്ന പരമാവധി എല്ലാം നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെയും നമ്മുടെ സ്വാന്തനം SYSന്റെ പ്രവർത്തകർക്കൊക്കെയും ആക്സിഡന്റ് മരണങ്ങൾ സംഭവിക്കുമ്പോൾ കുളിപ്പിക്കേണ്ട, കഫൻ ചെയ്യേണ്ട, ചിലപ്പം കഫൻ ചെയ്യാതെ നിസ്കരിക്കേണ്ട മസ്അലകളൊക്കെയും പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അബൂസിനാൻ ഉസ്താദിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അമാനി ഉസ്താദ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അമാനി ഉസ്താദിനെ കാണാതായപ്പോ മൈക്കയിൽ തുടർന്നത് എന്നും പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.